ഞങ്ങൾ ചില ഈ PM-ശ്രീയിൽ ഒപ്പുവെച്ചുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ ചർച്ച ചെയ്തു. ആ ചർച്ച ചെയ്ത കാര്യങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. എല്ലാ പ്രശ്നങ്ങളും തീരും. പാർട്ടി ഓഫീസിൽ ഒരാൾ വന്നാൽ കാണാതിരിക്കാൻ പറ്റും. ഇനിയും ചർച്ച കണ്ടല്ലേ പറ്റൂ. അത് കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു വികാര പ്രകടനമായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു. അത് അദ്ദേഹം തന്നെ തിരുത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പാവം ഒരു മന്ത്രി ഇന്ന് പറയുകയാണ് ഇത് ഒപ്പുവെക്കരുതെന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടാതിരിക്കുക. കാരണം ഒപ്പുവെച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. CPI എപ്പോഴും കുറയ്ക്കും, പക്ഷെ കടിക്കില്ല. ഒരു സമവായവുമില്ല എന്ന്, ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്ന് വിളിച്ചു പറയുകയാണ് CPI. PM-ശ്രീയിലെ പാളയത്തിൽപ്പെട പരിഹരിക്കപ്പെട്ടില്ലേ? സൂപ്പർ പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളോടൊപ്പം അതിഥികൾ കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് M. ലിജു, CPM-ൽ നിന്ന് ശ്രീ VK സനോജ്, BJP-യിൽ നിന്ന് ശ്രീ ശ്യാംരാജ് എന്നിവർ നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശ്രീ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം, CPI നേതാവ് ശ്രീ പ്രകാശ് ബാബുവിന്റെ പ്രതികരണം. ബേബി ഇന്ന് ഉച്ചയ്ക്ക് തമ്മിൽ കാണാമെന്ന് പറഞ്ഞു. പരസ്പരം അത് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് അത് പിന്നെ അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കി മുന്നണിയുടെ കെട്ടുറപ്പ് ഭദ്രമാക്കി പോകാനും രണ്ട് പാർട്ടികളുടെയും ദേശീയ നയത്തിന് അനുകൂലമായി ഒരു ഗവൺമെൻറ്റിനെ കൊണ്ടുപോകാനുള്ള ബാധ്യത ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ കത്ത് കൊടുക്കുകയും ചർച്ച ചെയ്യാനും പോയത്. ദേശീയ നേതൃത്വം കൈയൊഴിഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം എക്സ്പ്രസ്ഡ് ഹിസ് ഇന്നബിലിറ്റി, ഹെൽപ്ലെസ്നെസ്, അതാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. വൈക്കണ്ടി ഇൻ്റർഫിയർ ഇൻ ദി സ്റ്റേറ്റ് മാറ്റർ, അതിൽ ഇടപെടാനും അതിനകത്ത് അങ്ങനൊരു നിർദ്ദേശം കൊടുക്കാനും കഴിയാതെ പോകുന്നുണ്ട്. MOU-ൽ ഒപ്പിട്ടത് ഹിന്ദുത്വ വർഗീയതയുടെ അജണ്ട അംഗീകരിക്കുന്നതിന് തുല്യമാണ്. അതിനെ ഞങ്ങൾ ശക്തമായിട്ട് എതിർക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിലുണ്ടാകും. MOU-ൽ ഒപ്പുവെച്ചത് ഹിന്ദുത്വ വർഗീയത അംഗീകരിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളതാണ് പ്രകാശ് ബാബുവിന്റെ വിമർശനം എന്ന് പറയുന്നത്. നമുക്ക് K. സുരേന്ദ്രന്റെ ഒരു പ്രതികരണം കൂടി കേൾക്കാം. എത്രയോ പതിറ്റാണ്ടുകൾ ആൻഡമാനിൽ തടവിൽ കഴിഞ്ഞ VD സവർക്കറെ നിങ്ങളില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ദ്രോഹിക്കുന്നു. ഞങ്ങൾ പഠിപ്പിക്കും. ഇനി ഒന്നുകൂടി ഞാൻ പറയാം. ഡോക്ടർ ഹെഡ്ഗേവാർ, പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ, അവരൊക്കെ പാഠ്യപദ്ധതിയുടെ ഭാഗമാവുന്നു. കോൺഗ്രസ് തമസ്കരിച്ച എല്ലാ ചരിത്രവും ശരിയായ നിലയിൽ കുട്ടികളെ പഠിപ്പിക്കണം. ചർച്ചയിലേക്ക് വിശദമായി ശ്രീ VK സനോജ് അങ്ങേക്കനെ കേൾക്കാമോ? കേൾക്കാം. ശ്രീ VK സനോജ്, ഹിന്ദുത്വ വർഗീയതയെ പാഠ്യ വിഷയമാക്കാനുള്ള RSS അജണ്ട ചെറുക്കപ്പെടുക തന്നെ ചെയ്യും. സാമ്പത്തികമായുള്ള അടിയന്തരാവസ്ഥയെ ചെറുക്കുന്നതിന് വേണ്ടി മാത്രമാണ് PM-ശ്രീ ഒപ്പുവെക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനം അടക്കമുള്ള സൗകര്യങ്ങൾ അത് ഒഴിവാക്കാതിരിക്കാൻ വേണ്ടി, നഷ്ടമാകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് വിശദീകരണം. K. സുരേന്ദ്രൻ പറയുകയാണ് ഇതൊക്കെ പഠിക്കേണ്ടി വരും എന്നുള്ളത്. ശ്രീ പ്രകാശ് ബാബു പറയുകയാണ് MOU-ൽ ഒപ്പുവെച്ചത് ഹിന്ദുത്വ വർഗീയതയ്ക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കലാണ് എന്നുള്ളത്. ഇനിയിപ്പോൾ ASF-ന്റെയും AYF-ന്റെയും ഒക്കെ പ്രവർത്തകർ തെരുവിലാണ്. വിദ്യാഭ്യാസ മന്ത്രിക്ക് എതിരെ അടക്കം വിമർശനം ഉന്നയിച്ച് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിൽ നേരിടും എന്ന് വിളിച്ചു പറയുകയാണ്. LDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നമാണ് എന്ന് CPM-ന്റെ ആത്മവിശ്വാസം അതിരുകടന്നതാണോ, നടക്കാഴികയാണോ? മാധു, LDF-ന് പരിഹരിക്കാൻ കഴിയാത്തൊരു പ്രശ്നവും ഇന്ന് നിലവിലില്ല. പ്രത്യേകിച്ച് CPI-യുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി തന്നെ CPI-യുടെ നേതാക്കന്മാരുമായി നേരിട്ട് ചർച്ച നടത്തിക്കഴിഞ്ഞു. CPI-യുടെ അഖിലേന്ത്യാ നേതാക്കന്മാരുമായി CPM-ന്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആശങ്കകൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകും. പിന്നെ സുരേന്ദ്രനെ പോലുള്ള ആളുകൾ അവരിപ്പം നടക്കാതെ കുറേ ആഗ്രഹങ്ങൾ ഈ ഘട്ടത്തിൽ വന്ന് പ്രകടിപ്പിക്കുകയാണ്. അവരെന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ആഗ്രഹമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം ഇവിടെ നടപ്പായിട്ടുണ്ട്. അവർ പരിമിതമായ അധികാരം കിട്ടിയ ഘട്ടത്തിൽ തന്നെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ, നേരത്തെ ഗവർണറെ അയച്ചുകൊണ്ട് കേരളത്തിലെ സർവകലാശാലകൾ പിടിക്കാൻ നടത്തിയ നീക്കം, സർവകലാശാല സിൻഡിക്കേറ്റിനകത്ത് സെനറ്റിനകത്ത് അവരുടെ നോമിനികളെ തിരികെ കയറ്റാൻ വേണ്ടി നടത്തിയിട്ടുള്ള നീക്കങ്ങൾ പലതുമുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല, നിങ്ങളിപ്പോൾ PM-ശ്രീയെക്കുറിച്ചല്ലേ പറയുന്നത്, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. നിങ്ങളാരും അത് വേണ്ട വിധത്തിൽ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. എന്തൊക്കെയായിരുന്നു അന്ന് പറഞ്ഞത്? കേരളത്തിലെ സർവകലാശാലകളിൽ കേന്ദ്രം സിലബസ് നിശ്ചയിക്കും, അല്ലേ? UGC മാതൃകയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങോട്ട് നടപ്പാക്കും എന്ന് പറഞ്ഞു. പക്ഷേ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറഞ്ഞു,
നിങ്ങൾ പറയുന്ന സിലബസ് ഇവിടെ നടപ്പാക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കൂടി കേരളത്തിലെ സർവകലാശാലകൾ കിട്ടേണ്ട തുക കിട്ടുകയും വേണം. വളരെ കൃത്യമായി കേരളം നിലപാടെടുത്തല്ലോ. കേരള യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റികളിൽ 405 കോടി രൂപ ഇതിനകം തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PM ഉഷ പദ്ധതി പ്രകാരം വാങ്ങിയെടുത്തിട്ടുണ്ട്. എന്തായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്? പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന്റെ ഗുണഗണങ്ങൾ, അതിന്റെ വർണ്ണനകൾ, അതിന്റെ സവിശേഷതകൾ ഇതൊക്കെ നമ്മൾ കേൾക്കുകയും നമ്മൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതൊക്കെ വലിയ വിവാദമാകുന്നതിന് മുൻപ് തന്നെ മാതൃഭൂമി ന്യൂസ് ആ വിഷയം എടുക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ശ്രീ VK സനോജ്, പക്ഷേ അങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ ചെറുത്ത മാതൃകയിൽ, നിങ്ങളാണല്ലോ അവകാശപ്പെടുന്നത്, ചെറുത്ത മാതൃകയിൽ ഇവിടെ PM നടപ്പിലാക്കുമ്പോൾ അതുവഴി കടന്നു കയറാവുന്ന സംഘപരിവാർ അജണ്ടകളെ ഞങ്ങൾ ചെറുക്കും എന്നുള്ളത് എന്തുകൊണ്ടാണ് CPIക്കും ASFനും AYFനും മനസ്സിലാകാത്തത്, മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത്? അതിലേക്ക് തന്നെയാണ് വരുന്നത്. നിങ്ങളിവിടെ വ്യാപകമായി നിങ്ങളല്ല ഇവിടെ വ്യാപകമായി കുറച്ച് ആളുകൾ പ്രചരിപ്പിക്കുന്നത് CPIയും LDFനകത്ത് ചർച്ച ചെയ്യാതെ ഈ കാര്യങ്ങൾ RSSുമായി ഒത്തുചേർന്ന് നടപ്പാക്കുന്നു എന്നല്ലേ പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PM ഉഷ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സർവകലാശാലകളിൽ അവർ ഇടപെടാൻ അതുവഴി നോക്കി കേരളം ശക്തമായി ചെറുത്തു. നമ്മുടെ അനുഭവം അതാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ PM വഴി കേരളത്തിലെ സ്കൂളുകളിൽ പാഠ്യപദ്ധതിയിൽ അവർക്ക് ഇടപെടാൻ വേണ്ടി കഴിയുമോ? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, NEP നടപ്പാക്കിയതിന് ശേഷം ഇന്ത്യയിൽ ഒരേ ഒരു സംസ്ഥാനം മാത്രമേ പാഠ്യപദ്ധതിയും പാഠപുസ്തകവും പരിഷ്കരിച്ചിട്ടുള്ളൂ. അത് ഈ കേരളമാണ്. NEP ഒക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ പാഠപുസ്തകത്തിനകത്ത് കൃത്യമായ രാഷ്ട്രീയമായ ഇടപെടൽ നടത്തിയത്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമല്ല. ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര നയങ്ങളോട് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഗവർണർ ആവശ്യമില്ലാത്ത പണിയെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവർണറുടെ ചുമതല സംബന്ധിച്ച് കേരളത്തിലെ വിദ്യാർത്ഥികളെ അതിന്റെ പ്രശ്നങ്ങളോ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. അതെ, നിങ്ങൾക്ക് ആശങ്ക വേണ്ട എന്ന് പറഞ്ഞത്. എനിക്ക് ആശങ്കയില്ല. അങ്ങ് പറഞ്ഞു, ഒരൊറ്റ മിനിറ്റ് പറഞ്ഞു. ശ്രീ VK സനോജ്, കുറച്ചാളുകൾ പ്രചരിപ്പിക്കുന്നു, നിങ്ങളല്ല, കുറച്ചാളുകൾ പ്രചരിപ്പിക്കുന്നു LDFൽ പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. ആരാണ് ആ കുറച്ചാളുകൾ? പ്രധാനമായിട്ടും ഇവിടെയുള്ള ഒരു വിഭാഗം മാധ്യമങ്ങൾ, രണ്ടാമത് UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി, പിന്നെ UDF വലതുപക്ഷ വൽക്കരണ അജണ്ടയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള സംഘടനകളും അവർക്കൊപ്പം നിൽക്കുകയാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസിനൊക്കെ ഇതിനകത്ത് അഭിപ്രായം പറയാനുള്ള എന്തെങ്കിലും ധാർമ്മികമായിട്ടുള്ള അവകാശമുണ്ടോ? ഈ PM പദ്ധതിയിൽ ഏറ്റവും ആദ്യം ഒപ്പുവെച്ച സംസ്ഥാനം ഏതാണ് മാധു? 2000 പറയട്ടെ 2023 രാജസ്ഥാനല്ലേ ഒപ്പുവെച്ചത്? ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. രാജസ്ഥാനിലെ ഒപ്പുവെച്ചത് 2023 രാജസ്ഥാനിന്റെ മുഖ്യമന്ത്രി ആരാണ്? കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയല്ലേ? ആ കോൺഗ്രസിന്റെ ആളുകൾക്ക് കേരളത്തിൽ ഇപ്പോ ഒരു ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് എതിർപ്പ്? എന്നാൽ പിന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഞാൻ ഉറപ്പായും അങ്ങയുടെ ചോദ്യം ചോദിക്കുകയും ചെയ്യും. ഇന്നലെയും ചോദിച്ചിരുന്നു ശ്രീ VK സനോജ്. ഞാൻ 2-3 സെന്റൻസ് വായിക്കാം. പത്രവാർത്തകളല്ലാതെ ഇതിനെക്കുറിച്ച് വിവരമുണ്ടായിരുന്നില്ല. എന്ത് വാഗ്ദാനമാണ് കേന്ദ്രം മുന്നോട്ട് വെച്ചത് എന്നറിയില്ല. ഇത്തരം കാര്യങ്ങളിൽ ഇരുട്ടിലായിരുന്നു. അറിയാനുള്ള അവകാശം CPIക്കുണ്ട്. LDF അതിനുള്ള വേദിയാണ്. എന്തിന്? അറിയാനുള്ള വേദിയാണ്. ഒരു ചർച്ചയും ഉണ്ടായില്ല. ഇരുട്ടിൽ നിർത്തിയല്ല LDF മുന്നോട്ട് പോകേണ്ടത്. ഈ വരികൾ ആരുടേതാണ്, ഈ വാക്കുകൾ ആരുടേതാണ് എന്ന് അങ്ങേക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് CPIയുടെ ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ ഞാൻ ഇതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന്. ഞാൻ സമ്മതിച്ചല്ലോ. അപ്പൊ ഞാൻ ഈ ചോദ്യം ഒന്ന് പൂർത്തിയാക്കട്ടെ. അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞൊരു കാര്യമാണ്. അങ്ങ് പറയുന്നു LDFന് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമുണ്ടെന്ന്. LDF ഉണ്ടോ? LDF ഇല്ല. LDF എന്ന് പറയുന്ന വേദി അതിന്റെ കാര്യങ്ങൾ നിർവഹിക്കുന്നില്ല, അതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്ന് LDFലെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി വന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് LDF പരിഹരിക്കും. ഏത് LDF? ശ്രീ VK സനോജ്, ഞാൻ പറയാം. നിങ്ങൾ എന്താണ് ഈ LDFനെ കുറിച്ച് ധരിക്കുന്നത്? ഈ ഭരണം വന്നതിന് ശേഷം 9 വർഷമായല്ലോ. എന്തെല്ലാം കാര്യങ്ങളിൽ LDFുമായിട്ട് എത്ര തവണ ഏതെല്ലാം വിഷയങ്ങളിൽ ചർച്ച നടന്നു? അപ്പം ചില വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഞങ്ങളത് പരിഹരിക്കുമെന്ന് പറഞ്ഞല്ലോ. LDF അവർ വിട്ടുപോയോ? ഇപ്പോൾ നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ ഏത് LDF എന്ന്. കേരളത്തിലെ LDF തന്നെ. LDF എന്നൊരു കക്ഷിയും വിട്ടുപോയിട്ടില്ല. LDFന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. LDF ചേരാനിരിക്കുന്നതേ ഉള്ളൂ. പിന്നെ അതിനു മുന്നേ അവരെ പറഞ്ഞ അഭിപ്രായങ്ങൾ സംബന്ധിച്ചാണ്. അങ്ങനെ അഭിപ്രായം പറയാനുള്ള അവകാശം അവർക്കുണ്ടുമാതോ? നിങ്ങളത് അംഗീകരിച്ച് കൊടുക്കണം. ഞങ്ങൾ അംഗീകരിച്ച് കൊടുക്കുന്നുണ്ട്.
പിന്നെ മാധ്യമങ്ങൾക്ക് എന്താ പ്രശ്നം? അല്ല, അഭിപ്രായമൊക്കെ അവർ പറഞ്ഞോളൂ, സ്വതന്ത്ര പക്ഷേ പാർട്ടിയല്ലേ? തീരുമാനം ഞങ്ങളുടേതാണ് ആ പാർട്ടിക്ക് എന്നുള്ളതാണല്ലോ. അവരുടെ അഭിപ്രായം പറയാനുള്ള അവകാശമില്ലേ? ചില ചർച്ചകളിൽ അത് അവർ അഭിപ്രായ പറയട്ടെ. വ്യത്യാസം ഉണ്ടാകും. ഇപ്പൊ നമ്മളൊക്കെ അത് അവർ തമ്മിൽ ചർച്ചകൾ പറഞ്ഞോട്ടെ എന്ന്. നടത്തുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകില്ല. പക്ഷെ ചർച്ചയുണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ചർച്ചയുണ്ടായിട്ടില്ല പിന്നെന്താ പ്രശ്നം? എന്നാണ് പറഞ്ഞത്. ഒപ്പ് വെച്ച് കഴിഞ്ഞ് പിന്നെന്താ ചർച്ച? ഒപ്പ് വെച്ച് ഞാൻ കഴിഞ്ഞാൽ ചോദിക്കട്ടെ, ഈ പിന്നെന്ത് ചർച്ച? തീരുമാനത്തിനകത്ത് അതെ ഈ അതൊക്കെ LDF-നകത്ത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ? ഒപ്പുവെച്ചാൽ അതിന് മുന്നേ ചർച്ച നടന്നോ ഇല്ലയോ എന്നൊക്കെ ചർച്ച നമുക്കറിയില്ലല്ലോ. നടന്നില്ല. അപ്പോ ബിനോയ് വിശ്വം പറഞ്ഞത് അതിനകത്ത് കള്ളമാണോ? ആരുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തിയിട്ട് നമുക്കറിയില്ല. ബിനോയ് വിശ്വം പറഞ്ഞത് കള്ളമാണോ? ഞാൻ അദ്ദേഹം പറഞ്ഞത് പറയട്ടെ, ഇരുട്ടിൽ ഒരു ബിനോയ് വിശ്വം ചർച്ചയും പറഞ്ഞതും നടന്നിട്ടില്ല. CPI ഒരു പറയുന്നു അവർ മറുപടിയും കിട്ടിയില്ല സ്വതന്ത്ര എന്നാണ്. അതെ, അതവർ പറഞ്ഞിട്ടില്ല, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അവർക്ക് പറഞ്ഞത് പറയാനുള്ള ചർച്ച അവകാശമുണ്ട്. നമുക്ക് അറിയില്ല അവർ എന്ന്. സ്വതന്ത്ര പാർട്ടിയാണ്, അവർ അഭിപ്രായം പറയട്ടെ. അത് അഭിപ്രായമല്ല. അഭിപ്രായം പറയട്ടെ. അത് LDF അഭിപ്രായമല്ല. ചേരാതിരിക്കുന്നതേ ഉള്ളൂ. ചർച്ച അവർ നടക്കണമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ അല്ലല്ല, അത് അങ്ങനെയല്ല ശ്രീ വി കെ സനോജ്. MOU-ൽ ഒപ്പുവെച്ചു കഴിഞ്ഞിരിക്കുന്നു. അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ് മുന്നിൽ. അതിനുശേഷം ചർച്ചയാകാം എന്ന് പറയുമ്പോൾ MOU പിൻവലിക്കാം, അതിൽ നിന്ന് പിൻവാങ്ങാം എന്ന ചർച്ചയാണ് നടക്കുന്നത്. ഒപ്പുവെക്കുന്നതിനെ കുറിച്ചാണ് ചർച്ച നടക്കേണ്ടത്. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, ഞങ്ങൾ ഇരുട്ടിൽ നിൽക്കുകയാണ് എന്ന് പറഞ്ഞത് CPI ആണ്. പിന്നെ നിങ്ങൾ ഏത് ചർച്ചയെ കുറിച്ചാണ് പറയുന്നത്? ചർച്ച നടക്കുക എന്ന് പറയുന്ന വേദിയാണ് LDF എന്ന് CPI പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. CPI അങ്ങനെ പറഞ്ഞിട്ടില്ലേ? CPI അങ്ങനെ പറഞ്ഞിട്ടില്ല. CPI പറഞ്ഞത് പൂർണ്ണമായും തെറ്റാണ് എന്ന് ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. CPI ഒരു സ്വതന്ത്ര പാർട്ടി എന്ന നിലയിൽ അവർക്ക് അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട്. അവരുടെ അഭിപ്രായങ്ങൾ കൂടുതലായിട്ട് ഇനി ഉന്നയിക്കാൻ വേണ്ടി പോകുന്നത് LDF-ന്റെ യോഗത്തിലാണ്. ആ LDF-ന്റെ യോഗം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. LDF-ന്റെ യോഗത്തിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കും എന്നാണ് ഞങ്ങൾക്ക് നല്ല ശുഭാപ്തി വിശ്വാസമുള്ളത്. പറയുന്നത് അല്ലാതെ നിങ്ങൾ തീരുമാനമെടുത്തതിന് ശേഷം CPI പത്രവാർത്തയിൽ അല്ലാതെ അറിഞ്ഞിട്ടില്ല എന്നാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. പറയട്ടെ, അത് CPI നോക്കിക്കൊള്ളും. നിങ്ങൾ അതിനെക്കുറിച്ച് വല്ലാതെ ബേജാറാവണ്ട. അയ്യോ, അദ്ദേഹം വാർത്താ സമ്മേളനം വിളിച്ച് പറഞ്ഞതാണ്. ബിനോയ് വിശ്വത്തെ ഫോണിൽ വിളിച്ച് ചോദിച്ചതല്ല. CPI-ക്ക് മാത്രമായി നോക്കാൻ കഴിയുന്ന ആഭ്യന്തര പ്രശ്നമായിരുന്നെങ്കിൽ വാർത്താ സമ്മേളനം നടത്തി പറയേണ്ട കാര്യമുണ്ടായിരുന്നില്ല ശ്രീ വി കെ സനോജ്. അതൊക്കെ അവർ കൈകാര്യം ചെയ്തോളുന്നേ. അല്ല, അവര് കൈകാര്യം ചെയ്യാനാണെങ്കിൽ അവർക്ക് വാർത്താ സമ്മേളനത്തിലേക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. മാത്രമല്ല, അവർക്ക് കൈകാര്യം ചെയ്യാനുള്ള വിഷയമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വാർത്താ സമ്മേളനം വിളിക്കണോ വേണ്ട നിങ്ങൾ എങ്ങനെയാ തീരുമാനിക്കുക? അത് അവരുടെ സ്വാതന്ത്ര്യമല്ലേ? അവര് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ഇന്ന കാര്യങ്ങൾ പുറത്ത് അവർ പറഞ്ഞോട്ടെ. വാർത്താ സമ്മേളനം വിളിക്കണമെന്ന് അവർ തീരുമാനിച്ചു. കേരളത്തിലെ മാധ്യമങ്ങൾ അവർക്ക് പറയാനുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. അവർക്ക് പറയാനുള്ള അഭിപ്രായത്തെക്കുറിച്ചോ സ്വാതന്ത്ര്യത്തെക്കുറിച്ചോ അല്ല നമ്മൾ പറയുന്നത്. അവർ അറിഞ്ഞില്ല എന്ന് പറയുന്ന നീതി നിഷേധത്തെക്കുറിച്ച് അവർ കേരളത്തിലെ പൊതു രാഷ്ട്രീയ ജീവികളോട് വിളിച്ചു പറഞ്ഞു. അവരുടെ നീതി നിഷേധം അവരുടെ നീതി നിഷേധം സംബന്ധിച്ച് അവർക്ക് LDF-നകത്തല്ലേ ഉന്നയിച്ച് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുക. അവർ LDF യോഗത്തിൽ പങ്കെടുക്കുമെന്നും കൂടുതൽ ചർച്ചകൾ അവിടെ പറയുമെന്നും പറഞ്ഞു കഴിഞ്ഞല്ലോ. പിന്നെ എന്താ ഇവിടെ അല്ല, അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം 27-ാം തീയതിക്ക് ശേഷം പറയുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ LDF യോഗത്തിന് ശേഷം പറയും എന്നല്ല പറഞ്ഞത്. ചർച്ച ചെയ്യാം. ശരി, അങ്ങ് പറയൂ. LDF യോഗത്തിന് ശേഷം പറയാമെന്നാണ് നമുക്ക് വീണ്ടും ഇരിക്കാമാവൂ. ഇന്ന് ചർച്ച അവസാനിക്കുന്നില്ലല്ലോ. എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പറയുമെന്നാണ് പറഞ്ഞത്. LDF യോഗത്തിന് ശേഷം നമ്മൾ വീണ്ടും കാണാലോ. ശരി, അല്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം LDF യോഗത്തിൽ കാണുമ്പോൾ വോട്ട് സാരമില്ല എന്ന് പറയുമോ? ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. അഡ്വക്കേറ്റ് എം ലിജു, ഇന്ന് CPI-യുടെ ദേശീയ നേതാവ് പറയുകയാണ്, ശ്രീ പ്രകാശ് ബാബു പറയുകയാണ്, CPM-ന്റെ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് ഇനബിലിറ്റി ഉണ്ട്, അദ്ദേഹത്തിന് ഹെൽപ്ലെസ്നെസ് ഉണ്ട് ഈ കാര്യങ്ങൾ ഇടപെടാൻ എന്ന്. ദേശീയ നേതൃത്വത്തിന് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിൽ കേരളത്തിൽ നിന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. നമ്മൾ കണ്ടതാണ്. MA ബേബി അദ്ദേഹം പറഞ്ഞു CPI അവഗണിക്കപ്പെടില്ല, LDF-ൽ ചർച്ച ചെയ്യും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷെ അദ്ദേഹം പോലും അറിയുന്നില്ല. അതിനപ്പുറത്തേക്ക് ആ തീരുമാനമെടുക്കുകയാണ്. പക്ഷെ അതേ സമയത്ത് ഞാൻ ശ്രീ വി കെ സനോജിനോട് പറഞ്ഞാണ്, അദ്ദേഹം ചോദിച്ച ചോദ്യം, കോൺഗ്രസ് ഈ തീരുമാനമെടുത്തു, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക്, വിദ്യാലയങ്ങൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് കേന്ദ്ര ഫണ്ട് വേണം. രാഷ്ട്രീയമായി തന്നെ നിങ്ങൾ ആ തീരുമാനമെടുക്കുകയും നടപ്പിലാക്കുകയും ചെയ്തു. കേരളത്തിന് വേണ്ട എന്ന ഒരു പിടിവാദം നിങ്ങളുടെ താല്പര്യ പ്രഖ്യാപനമാണ്. രാഷ്ട്രീയമായ കുബുദ്ധിയോടുകൂടിയാണ് നിങ്ങളത് നിർവഹിക്കുന്നത് എന്ന ആക്ഷേപം കേരളത്തിൽ പ്രതിപക്ഷം കേൾക്കുന്നുണ്ട്. അത് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ പ്രകാശ് ബാബുവിൻ്റെ പരാമർശം. പ്രകാശ് ബാബു പരാമർശിച്ചപ്പോൾ CPM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയുടെ ഇന്നബിലിറ്റിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഹെൽപ്ലെസ്നെസ്സിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. എന്ന് പറഞ്ഞാൽ CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് കേരളത്തിലെ CPM നേതൃത്വത്തെ
നിയന്ത്രിക്കുവാനുള്ള കഴിവില്ലായ്മയും അദ്ദേഹം നിസ്സഹായനുമാണ് എന്നുള്ളതാണ് കൃത്യമായ അതിൻ്റെ ഒരു വിവർത്തനം. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി ഇന്ന് പരാമർശിക്കപ്പെട്ടു. ഇന്ന് തെരുവുകളിൽ സമരം നടന്നപ്പോൾ CPIയുടെ വിദ്യാർത്ഥി സംഘടനയായിരിക്കുന്ന AISF വിളിച്ച മുദ്രാവാക്യം 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസകളെ എന്നാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം. ഒന്ന്, CPM ദേശീയ ജനറൽ സെക്രട്ടറിയെക്കുറിച്ച് CPIയുടെ ഒരു ദേശീയ നേതാവ് ഇന്നബിലിറ്റിയും ഹെൽപ്ലെസ്നെസ്സും പറയുമ്പോൾ അത് വളരെ രൂക്ഷമായൊരു പരാമർശമാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഭാഗമായിരിക്കുന്ന ഒരു പ്രമുഖ ഘടകകക്ഷി, രണ്ടാമത്തെ പാർട്ടി പറയുകയാണ് CPMിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അതിനുള്ള കഴിവില്ല, അദ്ദേഹം നിസ്സഹായനാണ്. എങ്കിൽ പിന്നെ CPM ദേശീയ ജനറൽ സെക്രട്ടറിയെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതൊരു അപമാനിക്കുന്ന പരാമർശമല്ല, വസ്തുത പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. CPM ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അവരുടെ പാർട്ടി കോൺഗ്രസിൽ, മധുര പാർട്ടി കോൺഗ്രസിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് അതിനെതിരെ പ്രമേയം പാസാക്കി. ദേശീയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ അതിനെ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള PM ശ്രീ പദ്ധതിയെ ഇവർ തള്ളിപ്പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടൊരു കൂടിയാലോചന പോലും നടത്താതെ ഏകപക്ഷീയമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഏകപക്ഷീയമായി മുന്നണിയിൽ ആലോചിക്കാതെ, പാർട്ടിയിൽ ആലോചിക്കാതെ, മന്ത്രിസഭയിൽ ആലോചിക്കാതെ ഏകപക്ഷീയമായി ഒപ്പിടുന്നു. അതിൽ ഒരു പ്രമുഖ ഘടകകക്ഷി അതിലുള്ള അവരുടെ വിമർശനം പറയുമ്പോൾ CPMിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയും നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്ന് പറഞ്ഞ ശേഷം അദ്ദേഹം പറയുകയാണ് ഞാൻ നിസ്സഹായനാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം CPMിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ആ പദവിയോട് അദ്ദേഹത്തിന് നീതി പുലർത്താൻ സാധിക്കുന്നുണ്ടോ? അദ്ദേഹം അതല്ല, കേരള മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയുടെ തലത്തിലേക്ക് തരം താണതിൽ ഞങ്ങൾക്കുള്ള വിഷമം കൂടി പ്രകടിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. 2, AISFിൻ്റെ മുദ്രാവാക്യം. AISF 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസ് എന്ന് പറയാൻ നിലപാട് അങ്ങനെയായിരിക്കും. നിങ്ങൾ എങ്ങനെയാണ്? ഞാനത് പറയാം. ഞാൻ ആദ്യം ഇത് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പറയാം. 2, 30 വെള്ളിക്കാശിന് വേണ്ടി എന്ന് AISF എന്തുകൊണ്ടായിരിക്കും പരാമർശിച്ചത്? അവരുടെ ഈ 30 വെള്ളിക്കാശിന് വേണ്ടി ഒറ്റുകൊടുക്കുന്ന യൂദാസിൻ്റെ ചരിത്രം, അല്ലെങ്കിൽ നമ്മൾ ബൈബിളിലേക്ക് പോയി കഴിഞ്ഞാൽ 3 തവണ കോഴി കൂവുന്നതിനെക്കുറിച്ചും അതിനു മുമ്പ് തള്ളിപ്പറയുന്നതിനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നോക്കി നമുക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ഇവിടെ സ്വാശ്രയ വിദ്യാഭ്യാസ നയത്തിനെതിരെ സമരം ചെയ്തു. കൂത്തുപറമ്പിലെ MV രാഘവൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്ത് രക്തസാക്ഷികളെ സൃഷ്ടിച്ചു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൽ എന്താ പറയുന്നത്? സ്വകാര്യ കുത്തകൾ പോരാഞ്ഞിട്ട് വിദേശത്തു നിന്നും സർവകലാശാലകളെ കൊണ്ടുവരണമെന്നാണ് CPM പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ തള്ളിപ്പറഞ്ഞു, PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാൻ നിൽക്കുന്നു. അപ്പോൾ AISF തീർച്ചയായിട്ടും ഈ 3 തള്ളിപ്പറയലുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം. തള്ളിപ്പറയലുകളുടെ പരമ്പര, രക്തസാക്ഷികളുടെ രക്തത്തോട് നീതി പുലർത്താതിരിക്കുക, അവരുടെ ത്യാഗത്തോട് നീതി പുലർത്താതിരിക്കുക. സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കാം AISF അങ്ങനെ ഒരു പരാമർശം നടത്തേണ്ടി വന്നത്. CPIയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ബിനോയ് വിശ്വം പറയുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒപ്പിട്ടതെന്ന് ഞങ്ങൾ അറിയണം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മ, ഒരു മുന്നണി രാഷ്ട്രീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. BJPയുടെ ഭീഷണിക്ക് മുമ്പിൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയെ പോലും തള്ളിക്കളഞ്ഞ് അവരെ വിശ്വാസത്തിലെടുക്കാതെ അവരോട് ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലാതെ PMCക്ക് മുമ്പിൽ ഒപ്പിട്ട് നിൽക്കുന്ന ദയനീയമായ കാഴ്ചയ്ക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് ഒപ്പിട്ടു എന്നുള്ളതായിരുന്നു. മാധു തന്നെ ഒരു ഉത്തരം പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ കർണാടക ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ BJP സർക്കാർ ഒപ്പിട്ടിരുന്നു. എന്നാൽ രാജസ്ഥാൻ സർക്കാർ ഒപ്പിട്ടത് അവിടെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ തന്നെയാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹിമാചലിലും തെലുങ്കാനയിലുമൊക്കെ തന്നെ മുൻ സർക്കാരുകളുടെ തുടർച്ചയായിട്ടാണ് അതിൽ ഒപ്പിട്ടത്. പക്ഷേ ഞങ്ങളവിടെയൊക്കെല്ലാം ചെയ്ത കാര്യം എന്താ? ഈ ഒരു കാര്യം ഒപ്പിട്ടപ്പോൾ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക്കായ തന്നെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കമ്മിറ്റികൾ ഉൾപ്പെടെ നിയോഗിച്ചുകൊണ്ട് വളരെ കൃത്യമായി തന്നെ, കേന്ദ്ര ഫണ്ട് എന്നത് ഒരു ആരുടെയും സ്വകാര്യ സ്വത്തൊന്നുമല്ല, അത് യഥാർത്ഥത്തിൽ ഇത്തരം ബജറ്റ് അലോക്കേഷൻ, ഗവൺമെൻറ് ഒരു കേന്ദ്ര സർക്കാർ ബജറ്റ് അലോക്കേഷൻ, കൺകറൻറ്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസത്തിന് ബജറ്റ് അലോക്കേഷനിലൂടെ പണം നൽകി സംസ്ഥാന സർക്കാരുകൾക്ക് സ്വതന്ത്രമായി വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നിരിക്കെ അത് ചെയ്യാതെ, ബജറ്റ് അലോക്കേഷൻ നടത്താതെ കേന്ദ്രം ഇത്തരം പദ്ധതികൾ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ച് പ്രചരണത്തിനാണെന്നുള്ള പരിപൂർണമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഗവൺമെൻറ്റുകൾ അത് ചെയ്തത്, രാജസ്ഥാൻ ഗവൺമെൻറ് ഉൾപ്പെടെ, രാജസ്ഥാൻ ഗവൺമെൻറ് മാത്രമാണ് യഥാർത്ഥത്തിൽ അത്തരത്തിൽ ഒപ്പിട്ടത്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അതിൻ്റെ ഒരു തുടർച്ചയുടെ ഭാഗമായിട്ട് നിന്ന ആളുകളാണ്. അവരൊക്കെ തന്നെ സ്റ്റേറ്റ് സ്പെസിഫിക്കായ എഡ്യൂക്കേഷൻ നടപ്പിലാക്കുവാൻ സ്പെഷ്യലായ കമ്മിറ്റികൾ വെച്ചു, കൂടിയാലോചന നടത്തി. ഞങ്ങളുടെ പാർട്ടിയിലോ മുന്നണിയിലോ എതിരെ അഭിപ്രായമില്ല. ഇവിടെ അതാണോ?
ഇവിടെ പാർട്ടി കോൺഗ്രസ് നിങ്ങളുടെ പാർട്ടി നയം എതിരെ നിൽക്കുന്നു. ഈ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി അതിശക്തമായ വിമർശനം ഉന്നയിക്കുന്നു. ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഇത് മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടില്ല. ആകെ ചർച്ച നടന്നത് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തമ്മിൽ മാത്രം. അപ്പോൾ പ്രധാനമന്ത്രിയുടെ തിട്ടൂരത്തിന് മുമ്പിൽ ഭയന്ന് കേരളത്തിലൊരു ചർച്ചയില്ലാതെ, ഒരു കമ്മിറ്റി ഇവിടെ പ്രതിരോധിക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ അടിമയെ പോലെ മുട്ടിലിടയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് കേരളം. പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഏറ്റവും ഫലപ്രദമായ. സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് വളരെ അസ്വാഭാവികമായ തിടുക്കം കാണിച്ചുകൊണ്ടാണ് ഈ ഒപ്പുവെക്കൽ നടന്നത്. ഗൂഢാലോചന എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിന് അയച്ച കത്തിൽ പറയുന്നത്. അതിന് സമാനമായ വിമർശനമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഞാൻ വരാം. ശ്യാംരാജ്, ഇന്നിപ്പോൾ നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറയുകയാണ് നിങ്ങൾ ഹെഡ്ഗേവാറിനെ പഠിക്കേണ്ടി വരും, നിങ്ങൾ വി ഡി സവർക്കറെ പഠിക്കേണ്ടി വരും എന്നുള്ളത്. NEP-യിൽ പറയുന്നത്, NEP-യുടെ മാനദണ്ഡങ്ങളിൽ പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഫ്ലേവേഴ്സ് അനുസരിച്ചുള്ള ഒരു കരിക്കുലം അതുണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതാണ് ഇന്നലെ വരെ ഇവിടെ ഈ NEP-യുമായി ബന്ധപ്പെട്ട PM ശ്രീയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വന്ന പാനലിസ്റ്റുകൾ മുഴുവനും പറഞ്ഞത്. നിങ്ങൾ ഈ കൽക്കണ്ടം പൊതിഞ്ഞ് പഞ്ചസാര പൊതിഞ്ഞ് കരിമ്പിൽ മുക്കി ഇത് അവതരിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ഉള്ളിലിരിപ്പ് ഇന്ന് നിങ്ങളുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്റെ വായിൽ കൂടി പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് സംഘപരിവാറിന്റെ ചരിത്രമാണ്. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ ഒന്നിനും പൊതിഞ്ഞ് അങ്ങോട്ട് അവതരിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ പച്ചയ്ക്ക് വരുന്ന സംശയിക്കുന്നു. ഈ രാജ്യത്തിന്റെ ചരിത്രം മുഴുവൻ ഈ നാട്ടിലെ ജനങ്ങൾ പഠിക്കേണ്ടതായിട്ട്, വിദ്യാർത്ഥികൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ഏതാനും ചിലരുടെ ചരിത്രം മാത്രമൊന്നും അല്ലല്ലോ. ഈ രാജ്യത്ത് ഞാനൊരു ഉദാഹരണം മാത്രം പറയും. ഇപ്പോൾ ചോളവംശത്തെക്കുറിച്ച് നമ്മുടെ പുസ്തകങ്ങളിൽ എത്രമാത്രം പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഏകദേശം 1500 കൊല്ലത്തോളം ഈ രാജ്യത്ത്, ഈ നമ്മുടെ ഇന്ത്യ അടക്കം, ഇന്ത്യ ഇപ്പോഴത്തെ ശ്രീലങ്ക, അതോടൊപ്പം തന്നെ മാലിദ്വീപ്, അത്ര വിശാലമായിട്ടുള്ളൊരു സാമ്രാജ്യം ഉണ്ടാവുകയും ചെയ്ത് രാജരാജ ചോളനെ കുറിച്ച് നമ്മൾ പാട്ടുകളിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ 50 വർഷം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ് സർക്കാർ നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യഥാർത്ഥ ചരിത്രത്തെ കുറിച്ചിട്ടോ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് യഥാർത്ഥ ചരിത്രം നമ്മുടെ രാജ്യത്തെ വിദ്യാർത്ഥികൾ പഠിക്കണം എന്നുള്ളത് ഞങ്ങളുടെ തീരുമാനം തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉള്ളിലിരിപ്പ് പുറത്തേക്ക് അതിനകത്ത് ഉള്ളിലിരിപ്പല്ല മാധു. അതിനകത്ത് യാഥാർത്ഥ്യങ്ങൾ വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ മുമ്പോട്ടുള്ള പോക്കിന് അത്യന്താപേക്ഷിതമാണ്. ഈ രാജ്യത്തെ ചില കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ചില കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ ഇടതുപക്ഷം പറയുന്നത് അവർ പറയുന്ന രീതിയിൽ സിലബസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾ അന്നാലോചിക്കുക, എത്ര ബാലിശമായ വാദമാണ്. ഞങ്ങൾ പറയുന്ന രീതിയിൽ ഇവിടെ സിലബസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പറ്റൂ. ഇവിടെ AKG ചരിത്രം പഠിക്കുന്നില്ല, EMS ചെയറില്ല ക്യാമ്പസുകളിൽ. ഞങ്ങൾ തിരിച്ചു നോക്കി എന്തിനാണ് AKG ചരിത്രം പഠിക്കുന്നത്, EMS ചെയർ എന്തിനാണെന്ന് ചോദിച്ചാലോ. അപ്പോൾ അങ്ങനെ അവർ പറയുന്നതിന് കുഴപ്പമില്ല, മറുവശത്ത് ഞങ്ങൾ പറയുന്നതിനാണ് കുഴപ്പം എന്നുള്ള വാദം ശരിയല്ല. ഇതൊന്നും പാഠപുസ്തകങ്ങൾ ഉൾക്കൊള്ളിച്ച് പഠിപ്പിക്കുന്ന ചരിത്രങ്ങളല്ല. നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾ പറയുന്നത് പാഠപുസ്തകത്തിൽ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, പാഠപുസ്തകത്തിൽ പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. അത് രാഷ്ട്രീയമായി പറയേണ്ട ഒരു കാര്യമല്ല. അത് നോക്കൂ, ഈ NCERT എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണ ആയുധമല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അത്ര ആത്മവിശ്വാസത്തോട് NCERT ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ഇതാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? മാധു, സ്വാഭാവികമായിട്ടും ഈ രാജ്യത്തെ ചരിത്ര പുരുഷന്മാരെ കുറിച്ചിട്ട്, ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് പഠിക്കും. അതിലൊരാൾ തന്നെയാണ് ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ആൾ. ഇന്ന് പറഞ്ഞത് എന്താണ്? ഈ രണ്ടു പേരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് സിലബസ് ഇതായിരിക്കും നിങ്ങൾ ഒപ്പുവെച്ച് കൊടുത്തതാണോ ഈ സിലബസ്? അവിടെയാണ് മാധു ആ രീതിയിൽ അതിനെ കാണേണ്ട ആവശ്യം. ഞാൻ ഏത് രീതിയിൽ കാണണമെന്ന് ഞാൻ എനിക്ക് ബാലാജി ഭവനൊന്നും ചോദിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്റെ അഭിപ്രായം ഞാൻ അങ്ങനെ അഭിപ്രായം പറയാം, പക്ഷെ അഭിപ്രായത്തിൽ വിയോജിപ്പ് പറഞ്ഞല്ലോ. പറയുന്നത് എന്താണെന്നല്ല, പറഞ്ഞതിനു ശേഷമാണ് ഞാൻ ചോദിക്കുന്നത്. പറഞ്ഞതിന് ശേഷമാണ് ചോദിക്കുന്നത്. ഇനി പഠിപ്പിക്കാൻ പോകുന്ന സിലബസ് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിന്റെ അർത്ഥമാണ് കൃത്യമായിട്ട് പറഞ്ഞ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾക്കറിയാമെന്നോ ഞങ്ങൾ മഹാരാജ് ഭവനിൽ ഇരുന്നിട്ട് സിലബസ് നിർമ്മിക്കുന്നു എന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷെ പഠിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ പറയാം, അത് മാധു അതിനെ വ്യാഖ്യാനിക്കേണ്ട, ഞാൻ അതിന്റെ അർത്ഥം പറയാം. അല്ല കഴിഞ്ഞില്ല. പിന്നെ മാധുവിന്റെ വ്യാഖ്യാനം ഞാൻ കേൾക്കണം. അല്ല, ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും കേൾക്കാൻ വേണ്ടിയിട്ടാണല്ലോ വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ? അത് എല്ലാവരിലും ഞങ്ങളും ഉണ്ടല്ലോ. അതിൽ ഇത് മാധുവിന്റെ വ്യാഖ്യാനം. ഞാൻ പറയുന്നു BJP-യുടെ വ്യാഖ്യാനമില്ല. അദ്ദേഹം പറഞ്ഞ രണ്ട് വാക്കുകളിൽ എവിടെയാണ് വ്യാഖ്യാനം? ഞാൻ ഈ വീണ്ടും കേൾപ്പിക്കാൻ തയ്യാറാണ് ശ്യാംരാജ്. ഞാൻ കേട്ടു, നിങ്ങൾ വീണ്ടും കേൾപ്പിക്കുന്നു. അതിൽ വ്യാഖ്യാനം എവിടെയാണ്? അതിൽ വ്യാഖ്യാനം എവിടെയാണ്? വ്യാഖ്യാനമില്ലതിൽ നമ്മൾ പച്ചയ്ക്ക് കേൾക്കുന്ന കാര്യത്തിൽ വ്യാഖ്യാനം. ഞാൻ തുറന്നു പറയുന്നു, ഹെഡ്ഗേവാർ അടക്കമുള്ള ചരിത്ര പുരുഷന്മാരുടെ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടി വരും. അതിനെന്താ പ്രശ്നം ഇരിക്കുന്നത്? പഠിക്കട്ടെ. അത് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടോ? പഠിക്കട്ടെ. ഇവിടെ പ്രശ്നം ഞാൻ പൂർത്തിയാക്കാൻ അനുവദിക്കും. ഇവിടുത്തെ പ്രശ്നം
എന്താണെന്നറിയാം, ഒന്നൊരു പാർട്ടിക്ക് ഒരു നിലപാട് വേണം. ഇപ്പോൾ ഇവിടെ ഇടതുപക്ഷം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഈ NEP കൊണ്ടുവന്ന സമയത്ത് PM ശ്രീ കൊണ്ടുവന്ന സമയത്ത് തന്നെ നഖശികാന്തം എതിർത്തു. ഇപ്പൊ നേരെ ഉൾട്ടയടിച്ചിട്ട് ഇപ്പൊ പറയണതാ ഇതിനെ അനുഭവിച്ചു. ഒരു പാർട്ടിക്ക് ഒരു നിലപാടുണ്ട്. ഞങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? ഞങ്ങൾക്ക് 2 MP ഈ രാജ്യത്തുള്ളപ്പോഴത്തേക്ക് ജഹാ ഹുയി ബലിദാൻ മുഖർജി വോ കശ്മീർ ഹമാരാ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ബലിദാനം നടന്നത് ആ കാശ്മീർ ഞങ്ങളുടെയാണെന്ന് ഞങ്ങൾക്ക് 2 MP ഞങ്ങൾ പറയുന്നതാ. ഞങ്ങൾക്ക് 303 MP ഉണ്ടായ സമയത്ത് ഞങ്ങൾ കാശ്മീരിന് പ്രത്യേക പദവി എടുത്ത് കളഞ്ഞു. അവിടെ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായിട്ട് കാശ്മീരിനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. ഇവിടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ, ഞങ്ങൾ സ്വദേശി ജാഗരൺ മഞ്ച് എന്ന് പറയുന്ന ഒരു സംഘടന തന്നെ പതിറ്റാണ്ടുകൾ പിന്നോട്ടുണ്ട്. ഇപ്പൊ നോക്കൂ, ഞങ്ങൾക്ക് സർക്കാരിനെ കിട്ടി. തദ്ദേശീയമായിട്ട് നമ്മൾ ഇവിടെ ആയുധങ്ങൾ വരെ വികസിപ്പിച്ചു കഴിഞ്ഞു. അഗ്നി അടക്കം, തൃശ്ശൂരടക്കം എല്ലാ ആയുധങ്ങളും തന്നെ വികസിപ്പിച്ച് നമ്മൾ കഴിഞ്ഞു. അങ്ങനെ എല്ലാ കാര്യങ്ങളും, അയോധ്യ ക്ഷേത്രം, ഞങ്ങൾക്ക് 2 MP ഉള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അത് ഞങ്ങൾക്ക് അധികാരം വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധിക്ക് ശേഷം ഞങ്ങൾ നിർമ്മിച്ചു. ഒരു പ്രസ്ഥാനത്തിന് ഒരു നിലപാടുണ്ടാവണം. ഇവിടെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൈവറ്റൈസേഷൻ, വിദ്യാഭ്യാസത്തിന് പ്രൈവറ്റൈസേഷൻ എതിർക്കും, അതല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ എതിർക്കും. അതേ നേതാക്കന്മാരുടെ തന്നെ മക്കള് ഇവിടെ പോയിട്ട് കോയമ്പത്തൂരും അതോടൊപ്പം പാലക്കാടൊക്കെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകും. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഒരു നിലപാടില്ല. ഞങ്ങൾ അന്ന് എന്താണോ പറയുന്നത് അത് തന്നെ ഇന്നും പറയുന്നു. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി അത്യന്താപേക്ഷിതമാണ്. അത് ഒരു ഒറ്റയ്ക്ക് രൂപയിലൂടെ ഇവിടെ ഈ നിലവിൽ തമിഴ്നാടും ബംഗാളും ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ടല്ലോ. അവിടുത്തെ സിലബസിൽ ഏതെങ്കിലും പ്രശ്നമുണ്ട് എന്ന് ഇവർക്കാർക്കും അഭിപ്രായം ഇല്ലല്ലോ. രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടിന്റെ സർക്കാർ നിർത്തിയില്ല. ഒരു കാര്യം കൂടി ഞാൻ വായിച്ചിട്ട് ഞാൻ നിർത്താം. മധു, എന്താ നിങ്ങൾ കേട്ടോ? BD Kalla, State Education Minister, said the selection of so many schools reflected the Gehlot government's success in improving school education. അതായത് BJP സർക്കാർ നടപ്പാക്കിയ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് BD Kalla എന്ന് പറയുന്നത് കോൺഗ്രസ് രാജസ്ഥാൻ ഭരിക്കുമ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം പറയാണ് ഗെഹ്ലോട്ട് ഗവൺമെന്റിന്റെ സക്സസ് ഇൻ ഇംപ്രൂവിംഗ് സ്കൂൾ എഡ്യൂക്കേഷൻ. അതായത് BJP സർക്കാർ നടത്തിയ പദ്ധതി അത് രാജസ്ഥാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അവരുടെ കോൺഗ്രസ് സർക്കാരിന്റെ വിദ്യാഭ്യാസത്തോടുള്ള അതിന്റെ വിജയമാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് ഇവരും പറയുന്നത്, ഇടതുപക്ഷവും പറയുന്നത്. ശരി, ശ്രീ VK സനോജ് അങ്ങ് ഇത് കേട്ടു എന്ന് തോന്നുന്നു. അങ്ങയുടെ മറുപടിയിലേക്ക് ഞാൻ വരാം. ശ്രീ VK സനോജ്, ഇപ്പോ ശ്യാംരാജ് തുടക്കത്തിൽ ഇത് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ അത് ഇനി എന്താണ് പഠിപ്പിക്കാൻ പോകുന്നത് എന്ന് നിങ്ങളാണോ തീരുമാനിക്കുന്നത് എന്ന് രാഷ്ട്രീയ ചോദ്യം ചോദിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. പക്ഷേ അതെല്ലാം പഠിക്കാനുള്ള, അതെല്ലാം പഠിപ്പിക്കുക എന്ന് പറയുന്നത്, അതെല്ലാം നടപ്പിൽ വരുത്തുക, അതെല്ലാം യാഥാർത്ഥ്യമാക്കുക എന്ന് പറയുന്നത് 2 MP ഉള്ളപ്പോഴും 303 MP ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയാണ്. അതിന് ഞങ്ങൾക്ക് പ്രഖ്യാപിതമായ, ഞങ്ങൾക്ക് പച്ചയ്ക്ക് പറയാൻ കഴിയുന്ന പ്രത്യയശാസ്ത്രം അതിന് പിന്നിലുണ്ട് എന്ന് പറയാണ്. നിങ്ങൾക്കതില്ല എന്നും അതിന് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല, VK സനോജിനേ ഉള്ളൂ. അല്ല, RSSന് ഇന്ത്യയിൽ പല കാര്യങ്ങൾ സംബന്ധിച്ചും ഒരു പദ്ധതിയുണ്ട്. അവർ നേരത്തെ പറഞ്ഞത്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ അവർ പറഞ്ഞത് ഈ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സമരം നടത്തിയിട്ട് ചെറുപ്പക്കാരുടെ ഊർജ്ജം നഷ്ടപ്പെടുത്തരുത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആഭ്യന്തര ശത്രുക്കളായിട്ടുള്ള ഇസ്ലാമുകൾക്കെതിരായിട്ട്, ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ട് യുദ്ധം നയിക്കണം എന്നാണ്. ഇവരിപ്പോൾ ഈ പറയുന്ന സവർക്കർ എന്ന് പറയുന്ന ഇവരുടെ ഒരു മുൻ നേതാവ് ജയിലിൽ കിടന്നപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് കത്തെഴുതിക്കൊണ്ട് പറഞ്ഞത്, എന്നെ ഇപ്പോൾ തുറന്നു വിട്ട് കഴിഞ്ഞാൽ എൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ പിന്തുണ ബ്രിട്ടീഷ് രാജ്ഞിക്ക് അനുകൂലമായി ഞാൻ മാറ്റിയെടുക്കും എന്നാണ്. എന്താ ഇവരുടെ താല്പര്യം? സാമ്രാജ്യത്വ വിരുദ്ധമായിട്ടുള്ള ആശയം ഉണ്ടായിട്ടില്ല, ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളല്ല. ഇവർക്ക് ഒരു മതരാഷ്ട്രം സ്ഥാപിക്കലാണ് ഇവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് അവർ പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്, പല കാര്യങ്ങളും അവർ നടപ്പാക്കാൻ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ അങ്ങനെ കേരളത്തിൽ ലക്ഷ്യം വെച്ച് വന്ന ഘട്ടത്തിലെല്ലാം കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പുറങ്കാലുകൊണ്ട് ചവിട്ടി തോട്ടിലെറിഞ്ഞ ചരിത്രം മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി കഴിയൂ. അപ്പോൾ അതിൻ്റെ പക പോക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കേരള സ്റ്റോറി എന്ന സിനിമ എടുത്തിട്ട് കേരളം ആകെ ഒരു മോശം പ്രദേശമാണ് എന്നവർ രാജ്യവ്യാപകമായി ലോകവ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. നമ്മൾ അതിനേക്ക് അതിജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പല കാര്യങ്ങളും അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊന്നും ഇവിടെ നടപ്പാവില്ല കേരളത്തിൽ. ഞാൻ വെല്ലുവിളിച്ച് പറയാം, അതൊന്നും നടപ്പാവില്ല. അവരുടെ ദിവാസ്വപ്നമാണ്. എന്ത് നടപ്പാവും? അങ്ങനെ എന്ത് നടപ്പാവും? അതിനകത്ത് കൃത്യമായ ഉടമ്പടിയിൽ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. സംസ്ഥാനത്തെ സിലബസിനകത്ത് ഇടപെടാനുള്ള വ്യവസ്ഥ അതിനകത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്രാവിഷ്കൃത പദ്ധതി നടപ്പാക്കിയല്ലോ, PM ഉഷ പദ്ധതി നടപ്പാക്കിയല്ലോ. 9 വിഷയത്തിന്റെ മാതൃകാ പാഠ്യപദ്ധതി ഇങ്ങോട്ട് അയച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് അയച്ച പാഠ്യപദ്ധതി 9 വിഷയത്തിൽ അയച്ചിരിക്കുന്നു.
തടസ്സപ്പെടുത്തല്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ തടസ്സപ്പെടുത്തുക. ഇപ്പോൾ ഇവിടെ ഉന്നയിക്കുന്ന ആരോപണം എന്താണ്? ഈ പദ്ധതിയിൽ ഒപ്പുവെച്ച വഴി കേരളത്തിൽ സിലബസിനകത്ത് ആരെക്കുറിച്ച് പഠിപ്പിക്കും? ഈ BJP നേതാവ് നേരത്തെ പറഞ്ഞ അവരുടെ ആചാര്യന്മാരെ കുറിച്ച് പഠിപ്പിക്കുമെന്നല്ലേ? അത് നടപ്പാവില്ല, നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും സിലബസിനകത്ത് ഇടപെടാൻ അവർക്ക് കഴിയില്ല. നേരത്തെ NCERT സിലബസ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞപ്പോൾ SCERT സിലബസ് മാത്രമേ പഠിപ്പിക്കൂ എന്ന് ശക്തമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ഏറ്റവും അടുത്ത ദിവസത്തെ ഉദാഹരണമായി പറയുന്നത്, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ PM ഉഷ പദ്ധതി നടപ്പാക്കുന്ന ഘട്ടത്തിൽ 9 വിഷയത്തിന്റെ പാഠ്യപദ്ധതി ഇങ്ങോട്ട് അയച്ചു തന്നു. കേരളം എന്ത് ചെയ്തു? കേരളം പ്രഭാത് പട്നായിക്കിനെ അധ്യക്ഷനായിട്ട് അത് പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി വെച്ചു. എന്നിട്ട് പറഞ്ഞു ഇമാതിരി ഈ ഏർപ്പാട് ഇവിടെ നടക്കില്ല, ഇത് ഇവിടെ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അത് പറയാനുള്ള ധൈര്യം ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സ്കൂൾ പാഠ്യ പദ്ധതിക്കകത്തും ഇതിന്റെ ഭാഗമായിട്ട് RSSന് എന്തെങ്കിലും തരത്തിൽ ഇടപെടാം എന്നത് വ്യാമോഹം മാത്രമാണ്. കേരളത്തിൽ അത് നടപ്പാക്കില്ല, നടപ്പിലാക്കാൻ അനുവദിക്കുന്ന പ്രശ്നമുണ്ടാവില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞല്ലോ ലിജു എന്താ പറഞ്ഞത്? അല്ലല്ല, ഒരു മിനിറ്റ്, ലിജുവിന് കൂടെ ഒരു മറുപടി പറയാണ്ട്. ഒരു 30 സെക്കൻഡ്. ലിജു പറഞ്ഞത് ഞങ്ങൾ രാജസ്ഥാനിൽ അവിടെയുള്ള സംസ്ഥാനത്തിന് താല്പര്യം നടപ്പാക്കിയെന്നാണ്. ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ലിജുവോട് ചോദിക്കുന്നത്, ഇത് ഇവിടെ ഒപ്പുവെച്ചതിന്റെ ഭാഗമായിട്ട് ഈ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് പാഠ്യപദ്ധതിക്കകത്ത് എന്തെങ്കിലും ഒരു ഇടപെടൽ നടന്നിട്ടുണ്ടോ? ഇപ്പോൾ നടന്നു എന്നല്ല ഇവർ ഇപ്പൊ പറയുന്നത്. ഇപ്പൊ രാജസ്ഥാനിൽ ഞങ്ങൾ അതെല്ലാം അവിടെ നടപ്പാക്കുന്നുണ്ട്, ശക്തമായി ഇടപെടുന്നുണ്ട്. ഞങ്ങളും പറയുകയാണ് കേരളത്തിൽ, രാജസ്ഥാനിൽ മാത്രമല്ല കേരളത്തിൽ ഞങ്ങൾ പറയുകയാണ് സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ഇവിടെ നടപ്പാക്കുന്ന പ്രശ്നമില്ല, അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് തന്നെയാണ്. അതിലൊന്നും ഒരാശങ്കയും കിട്ടുന്നില്ല. അങ്ങേക്ക് ഇടപെട്ടതിൽ പരിഭവമുള്ളതുകൊണ്ടാണ് ഞാൻ നിർത്തിയത്. ഇപ്പോൾ CPM തന്നെ NEP-യോടുള്ള റെസ്പോൺസ് എന്ന് പറഞ്ഞ് CPM-ന്റെ തന്നെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന രേഖയിൽ പറഞ്ഞിരിക്കുന്നത് RSS ideology driven imposition of straitjacket across the nation, bulldozing the diversity of the Indian reality regrettably by influencing the minds of responsible school children. This ideological drive seeks complaints of our children by promoting irrationality in thought and action in place of rationality. ഇത് ഈ രേഖ ഇപ്പോഴും ഇടത് സൈറ്റിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. 2020 ഓഗസ്റ്റ് 7 NEP വന്ന സമയത്ത് ആണ്, NEP വരുന്നതിന് മുമ്പ് സെപ്റ്റംബർ 7 NEP PM ശ്രീ പ്രഖ്യാപിക്കുന്നത്. 2020 NEP വന്നതിന് തൊട്ടു പിന്നാലെ പ്രഖ്യാപിക്കപ്പെട്ട എഴുതപ്പെട്ട CPM-ന്റെ തന്നെ രേഖയിൽ പറയുന്ന വരികളാണ് ഇത്. ആ നിലയ്ക്ക് പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ RSSന്റെ ആശയങ്ങൾ കുഞ്ഞു മനസ്സുകളിലേക്ക് ഇടിച്ചേൽപ്പിക്കാൻ പോന്ന വിദ്യാഭ്യാസ പദ്ധതി രൂപീകരിക്കപ്പെടും എന്നെഴുതി വെച്ചിട്ട്, എന്ന് നാട് മുഴുവൻ മൈക്കു കെട്ടി പറഞ്ഞിട്ട് ഇന്നത് സാധ്യമാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതും ഈ കേൾക്കുന്നവർ അങ്ങനെ തന്നെ വിശ്വസിക്കണമല്ലോ. അപ്പൊ ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞതൊക്കെ എന്തായിരുന്നു, ആരോടായിരുന്നു? ഒന്നുമില്ല, നിങ്ങൾ വെറുതെ അവ്യക്തത ഉണ്ടാക്കണ്ട. ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി വളരെ കൃത്യമായി പാർട്ടിയുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. NEP-യെ രാഷ്ട്രീയമായി ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. NEP കൊണ്ടുവന്നതിന് പിന്നിൽ വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞെന്താ? നേരത്തെ വിദ്യാഭ്യാസം സംസ്ഥാനത്തിന്റെ പട്ടികയിലായിരുന്നു, പിന്നീട് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു അത് കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇപ്പൊ പൂർണ്ണമായിട്ടും കേന്ദ്ര പട്ടികയിലേക്ക് പെടുത്താൻ വേണ്ടി നോക്കുകയാണ്. ഇപ്പൊ കേന്ദ്ര പട്ടികയിലേക്ക് പെടുത്തിയിട്ട് സിലബസിനകത്തും എല്ലാ കാര്യത്തിനകത്തും അവർക്ക് ഇടപെടണം എന്ന് അതിയായ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹമാണ് ഇന്ന് സുരേന്ദ്രൻ പറഞ്ഞത്. ആ ആഗ്രഹത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-യുടെ പ്രതിനിധിയും പറയുന്നത്. കാരണം അവർക്ക് അങ്ങനെയെല്ലാമുള്ള ആഗ്രഹങ്ങളും പദ്ധതികളും ഉണ്ട്. പക്ഷേ ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് മൂലം ഇപ്പൊ തന്നെ അതിവിടെ പറയട്ടെ പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് ശേഷം ഇപ്പൊ തന്നെ ഈ കേരളത്തിലെ സിലബസ് എല്ലാം മാറ്റാൻ വേണ്ടി പോകുന്നു. PM ശ്രീ പദ്ധതിയുടെ ഉടമ്പടി തന്നെ അതാണ് എന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടാവില്ല എന്ന ഉറപ്പാണ് സംസ്ഥാന ഗവൺമെന്റ് തരുന്നത്. വിദ്യാഭ്യാസ മന്ത്രി സംസാരിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? NEP-യിൽ ഒപ്പുവെക്കുന്നതും PMCയിൽ ഒപ്പുവെക്കുന്നതും ഒരുപോലെയാണ്. SFIയുടെ സംസ്ഥാന അധ്യക്ഷൻ PS സഞ്ജീവ് ഇതിനു മുൻപ് പറഞ്ഞത് എന്താണ്? NEP-യിൽ ഒപ്പുവെക്കുന്നതും PMCയിൽ ഒപ്പുവെക്കുന്നതും ഒന്നു തന്നെയാണ്. പിന്നെ ഇപ്പോഴെങ്ങനെയാണ് ഒന്നല്ലാതായത് എന്നുള്ളതാണ് ഞാൻ അങ്ങയോട് ആവർത്തിച്ച് ചോദിച്ചത്. നിങ്ങളല്ലേ ഇതെല്ലാം പറഞ്ഞത്? നിങ്ങൾ ഈ PM ശ്രീ പദ്ധതിയുടെ ഒപ്പുവെക്കാൻ ഇടയായ സാഹചര്യം സംബന്ധിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ കൂടി കേൾക്കണം. നമ്മൾ വെറുതെ അനാവശ്യമായി ഇങ്ങനെ തർക്കം പിടിച്ചുകൊണ്ട് കാര്യമുണ്ടോ? നമ്മുടെ പറയട്ടെ, നിങ്ങൾ പറയട്ടെ, ഇത് ജനങ്ങൾ കൂടി കേൾക്കുന്നുണ്ടല്ലോ.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളം ഒരു പ്രത്യേക റിപ്പബ്ലിക്കൊന്നുമല്ലല്ലോ. അപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്തിന് അർഹതപ്പെട്ട പണം കിട്ടുന്നില്ല. കേരളത്തിലെ കുട്ടികൾക്ക് 2000 കോടി കിട്ടാൻ ബാക്കിയാണ്. ഇനി അടുത്ത 5 വർഷം SSK വഴി 3000 കോടി കൂടി കേരളത്തിന് അർഹതപ്പെട്ട് കിട്ടാനുണ്ട്. എല്ലാം കൂടി ചേർന്ന് 5000 കോടി വരും. ഈ 5000 കോടി രൂപയുടെ നഷ്ടം കേരളത്തിന് ഉണ്ടായാൽ എങ്ങനെയാണ് കേരളത്തിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോവുക? കേരളത്തിലെ കുട്ടികൾ നാളെ തെരുവിൽ പിച്ചപാത്രം എടുത്ത് തണ്ടാൻ വേണ്ടി കഴിയുമോ? കേരളത്തിലെ കുട്ടികളെ നാളെ മറ്റെന്തെങ്കിലും ബക്കറ്റ് കളക്ഷൻ വിടാൻ വേണ്ടി കഴിയുമോ? അപ്പം എന്ത് ചെയ്യാൻ വേണ്ടി കഴിയും? ഒരു സന്നിഗ്ധ ഘട്ടത്തിലാണ് കേരളമുള്ളത്. യഥാർത്ഥത്തിൽ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരേണ്ട ചർച്ച ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പകപോക്കലും രാഷ്ട്രീയമായി കീഴ്പ്പെടുത്താനുള്ള ശ്രമവുമാണ്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധത്തിനകത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് രാഷ്ട്രീയമായി ഇവിടെ ചർച്ച ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. കിട്ടിയ അവസരമായിട്ട് ഇടതുപക്ഷത്തിന്റെ കഥ ഇതാ കഴിച്ചേക്കാം എന്ന മട്ടിൽ ഇതിനെ കൊണ്ടുപോകുന്നതിന് രാഷ്ട്രീയത്തോട് ചർച്ച ചെയ്യണം. CPIയുടെ വിയോജിപ്പൊക്കെ വരുന്നതിന് മുമ്പേ മാതൃഭൂമി ന്യൂസ് ഞാൻ തന്നെ ഈ വിഷയം എടുത്ത് ഇതൊരു ബ്രാൻഡിംഗ് ശ്രീയോ എന്ന തലക്കെട്ടിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുള്ള പിന്നീട് ആ വിഷയം ചർച്ച ചെയ്യാനുള്ള കാരണം മുന്നണിയാണ്. ആവേശം ഒന്ന് ആ ചർച്ച കൂടി കണ്ടതിന് ശേഷം അളന്നു നോക്കിയാൽ മതി. അപ്പോ ഇന്ന് ഇങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാൻ കാരണമായത് ഇടതുപക്ഷം തന്നെയാണ്. നിങ്ങൾക്ക് ഐക്യമില്ലായ്മ കൊണ്ടാണ് ഈ ചർച്ച ഈ നിലയ്ക്ക് വന്നത്. നിങ്ങൾക്ക് കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് പോരാടാൻ കഴിയാതെ പോയതാണ് ഇവിടുത്തെ പ്രശ്നം. ഒരു കാര്യം ചെയ്യാം, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എടുത്തിട്ട് ഈ നാട് വേറെയല്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അതുകൂടി പ്രചരിപ്പിക്കാം നമുക്ക്. ശ്രീ എം ലിജു, ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞ മറ്റൊരു പ്രതികരണം എന്ന് പറഞ്ഞത് CPI കുരയ്ക്കും കടിക്കില്ല എന്നാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറിച്ചാണ് പ്രതികരണം വരുന്നത്. CPI എങ്ങനെയാണ് ഇത്രയേറെ അപമാനം കൊണ്ട് ഈ മുന്നണിയിൽ നിൽക്കുന്നത് എന്ന ചോദ്യം കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ ലാഭം ഉണ്ടാകുന്ന ഒരു മൂവ്മെന്റ് എന്ന നിലയ്ക്ക് CPI അടർന്നു പോകും എന്നൊരു പ്രതീക്ഷ ഒരുപക്ഷെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിങ്ങളും ഇതിനെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രം നോക്കുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിൽ സ്വീകരിച്ച നിലപാട് വെച്ച് ശ്രീ VK സരോജ് വിമർശന വിധേയമാക്കുന്നത്. കേന്ദ്രം നോക്കൂ, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു പദ്ധതിയും ഒരു കാര്യത്തിൽ എടുക്കുന്ന തീരുമാനത്തിൽ ശരിയാണ്. കേന്ദ്രത്തിന്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നതിൽ 2 തരം ഫണ്ടുകളുണ്ട്. അതിൽ കൊടുക്കണമെന്ന് നിർബന്ധമുള്ളതും മാനദണ്ഡങ്ങൾക്കനുസൃതമായി മാത്രം കൊടുക്കാൻ കഴിയുന്ന ഫണ്ടുമുണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട ആ ഗണത്തിൽപ്പെടുന്ന ഫണ്ടാണ്. പക്ഷെ അതൊരു വിലപേശലിന്റെ രാഷ്ട്രീയ ലാക്കുണ്ട് എന്ന് കോൺഗ്രസ് തിരിച്ചറിയാത്ത എന്തുകൊണ്ടാണ്? ശ്യാംരാജും കുറച്ചു മുമ്പ് കെ സുരേന്ദ്രനും ഒക്കെ പറഞ്ഞെന്താണ്? കോൺഗ്രസ് തമസ്കരിച്ച ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കും എന്നാണ്. നിങ്ങൾക്കെതിരെ കൂടിയാണ്. അതെനിക്ക് കുറച്ച് സമയം തരണം, കാര്യങ്ങളൊന്ന് വിശദീകരിക്കാനുണ്ട്. ഒന്ന്, കെ സുരേന്ദ്രൻ്റെ പത്രസമ്മേളനത്തിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾ എടുത്തു പറഞ്ഞെല്ലാം തന്നെ ഹെഡ്ഗേവാറിൻ്റെയും അതോടൊപ്പം തന്നെ ഗോൾവർക്കറിൻ്റെയും സവർക്കറിൻ്റെയും ഒക്കെ തന്നെ ചരിത്രം ഞങ്ങൾ പഠിപ്പിക്കും എന്നുള്ള കാര്യമാണ് സുരേന്ദ്രൻ എടുത്തു പറഞ്ഞത്. സുരേന്ദ്രൻ അത് എടുത്തു പറയുന്നതിന് മുമ്പ് കേരളത്തിൽ തുടങ്ങിയില്ലേ മാധു? അതെന്താണ് നമ്മൾ ചർച്ച ചെയ്യാത്തത്? 2021 തന്നെ കണ്ണൂർ സർവകലാശാല സിലബസിൽ ദ വർക്ക്സ് ഓഫ് ഗോൾവർക്കർ, സവർക്കർ, ഹെഡ്ഗേവാർ ഇതെല്ലാം ഉൾപ്പെടുത്തി. രാഷ്ട്ര ഓർ നേഷൻ ഇൻ ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ടിലെ രാഷ്ട്ര സങ്കല്പം എന്ന് പറഞ്ഞുകൊണ്ട് MA ഗവേണൻസ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് സിലബസിൽ ഈ ഗവൺമെൻറ് അത് ഉൾപ്പെടുത്തി. അതിശക്തമായി KSU ഉൾപ്പെടെയുള്ള സംഘടന അതിനെ എതിർത്തപ്പോൾ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് CPM നേതൃത്വം ഉൾപ്പെടെയാണ്. പിന്നീടാണ് ആ സിലബസിൽ മാറ്റം വരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ സുരേന്ദ്രനൊക്കെ ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന CPM ഗവൺമെൻറ്റും അവരുടെ പിണിയാളികളായിരിക്കുന്ന കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റും ഒക്കെ ചേർന്ന് ഇവിടെ ഹെഡ്ഗേവാറിനെയും ഗോൾവർക്കറിനെയും സവർക്കറിനെയും ഒക്കെ നേരത്തെ തന്നെ പഠിപ്പിച്ച് തുടങ്ങി മാധു. സുരേന്ദ്രനൊന്നും അറിയാത്തതുകൊണ്ടാണ്, സുരേന്ദ്രന് ഇത് കാര്യം മനസ്സിലായി വന്നില്ല. ഇതിനു മുമ്പ് തന്നെ ഈ ഏർപ്പാടുകൾ ഇവിടെ തുടങ്ങിയിരുന്നു. രണ്ടാമത്തെ കാര്യം മാധു, ഇവിടുത്തെ വിഷയം ഇവിടെ 2 കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. ഒന്ന്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെ രാജ്യത്താകമാനം ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ സംഘപരിവാർ അജണ്ടയുള്ള NEPയെ ഇംപ്ലിമെൻ്റ് ചെയ്യുവാൻ PM ശ്രീ പോലെയുള്ള പദ്ധതികളെ കേന്ദ്ര സർക്കാർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനെ
അതിനെതിരെ അല്ലെങ്കിൽ ആ അജണ്ടയെ പ്രതിരോധിക്കേണ്ട ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ അജണ്ടയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ ഫണ്ടുകൾ തടഞ്ഞു വെച്ചുകൊണ്ട് സമ്മർദ്ദം ചെലുത്തുന്ന ഒരു രാഷ്ട്രീയമാണ് കേന്ദ്ര സർക്കാർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ പോയിന്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ചർച്ചകളുണ്ടായി. ഈ കൺകറന്റ് ലിസ്റ്റ്, പണ്ട് സ്റ്റേറ്റ് ലിസ്റ്റിൽ പെട്ടതായിരുന്നു വിദ്യാഭ്യാസം. 1976 42nd അമെൻമെൻറ്റോടുകൂടി അത് കൺകറന്റ് ലിസ്റ്റിലായി, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കൺകറന്റ് ലിസ്റ്റിലായി. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഒരു ഐഡിയ പ്രിവെയിൽ ചെയ്യും. സ്വാഭാവികമായി അത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്തപ്പോൾ ഞങ്ങളത് ചർച്ച ചെയ്തു. ഇപ്പോൾ രാജസ്ഥാൻ ഒഴിച്ച് ബാക്കി ഒരു ഗവൺമെൻറ് ഒപ്പിട്ടില്ല. ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട DMKയും മമതാ ബാനർജിയെ എതിർത്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൻ്റെ തന്നെ രാജസ്ഥാൻ ഗവൺമെൻറ് ഒപ്പിടേണ്ടി വന്നു. പക്ഷേ അവർ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചർച്ച ചെയ്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കുവാൻ വേണ്ടി കമ്മിറ്റി രൂപീകരിച്ച്, ജുഡീഷ്യൽ സ്വഭാവമുള്ളൊരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങളതിൽ ഒപ്പിട്ട് സഹായങ്ങൾ ഉൾപ്പെടെ വാങ്ങി. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദ നയത്തെ തടയാൻ വേണ്ടി ഞങ്ങളതിലൊരു പഠനം നടത്തി. അതിനായിട്ട് സ്പെഷ്യൽ കമ്മിറ്റികൾ വെച്ചു. കൺസെൻസസോടെ കോൺഗ്രസിൻ്റെ നയപരമായ തീരുമാനപ്രകാരം രാജസ്ഥാൻ ഗവൺമെൻറ് ഒപ്പിട്ടു. അവിടെ ഒരു ഗൂഢ അജണ്ട നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാര്യങ്ങൾ. ഞങ്ങൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അതേസമയത്ത് തന്നെ ഫണ്ട് എടുക്കാൻ ശ്രമിക്കും, ഫണ്ട് കിട്ടാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ പ്രശ്നം അതല്ല. അതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. ഇവിടെ സ്വന്തം മുന്നണി പാർട്ടി NEPക്കെതിരെ മധുര പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസ്സാക്കുന്നു. CPM പരസ്യമായി പറയുന്നു, SFI പരസ്യമായി പറയുന്നു. ഈ മുന്നണി ഇത് ചർച്ച ചെയ്യുമ്പോൾ CPI എന്ന് പറയുന്ന പ്രധാന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇതിനെ എതിർക്കുന്നു. എന്നിട്ട് പിണറായി വിജയൻ ചെയ്യുന്നത് എന്താ? നേരെ ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നു. കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം ഒരാളോടും ചർച്ച ചെയ്യുന്നില്ല. പാർട്ടിക്കുള്ളിൽ CPMനുള്ളിൽ ഒരാൾക്ക് അറിയില്ല. CPI എന്ന് പറയുന്ന ഘടകകക്ഷിയോട് സംസാരിക്കുന്നില്ല. ക്യാബിനറ്റിൽ ചർച്ചയില്ല, ഏകപക്ഷീയമായി ഒപ്പിടുന്നു. അപ്പം നമുക്കവിടെ കാണാൻ സാധിക്കുന്ന ഒരു മോട്ടീവാണ്. കൃത്യമായൊരു പൊളിറ്റിക്കൽ അജണ്ട, ഒരു പൊളിറ്റിക്കൽ സ്ലേവായി ശ്രീ പിണറായി വിജയൻ മാറുന്നു. BJPയുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ഇവിടെ കൂടിയാലോചന ആവശ്യമില്ല. അതേസമയം അദ്ദേഹം പറയുകയാണ് കേരളത്തിൽ വന്നു, മുന്നണി വിളിച്ചു ചേർത്തു, ചർച്ച ചെയ്തു, പ്രതിപക്ഷത്തിനെ വിളിച്ചു സംസാരിക്കുക. ഇങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കതിനെ പൊളിറ്റിക്കലി നമുക്കതിനെ പ്രതിരോധിക്കണം, ശക്തമായി ഒരുമിച്ച് നിൽക്കണം. NEP നമുക്ക് നടപ്പിലാക്കാൻ പാടില്ല. ഈ ചർച്ച ഇവിടെ ഉണ്ടോ? ഇല്ല. ചർച്ചയില്ലാതെ രഹസ്യത്തിലൂടെ പ്രതിപക്ഷത്തിനെയും അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയെയും സ്വന്തം വിദ്യാർത്ഥി പ്രസ്ഥാനത്തെയും സ്വന്തം മുന്നണിയെയും മറച്ചുകൊണ്ട് ഒരു വ്യക്തി എടുക്കുന്ന തീരുമാനം വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയിലൂടെ നടപ്പിലാക്കുന്ന ശ്രമിക്കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും BJPയുമായും സ്ഥാപിച്ചിരിക്കുന്ന ഹോട്ട് ലൈനാണ്. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ചർച്ച. ഏതാണ് ഇവിടെ ഒരു BJP സർക്കാരിൻ്റെ ആവശ്യമില്ല. BJPയുടെ ഏറ്റവും വലിയ ഏജന്റായി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുന്നു. രാഷ്ട്രീയമായി അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്ക് ഉന്നയിക്കാം. പക്ഷേ ഇത് നോക്കൂ, SSK അടക്കമുള്ള ഫണ്ടുകൾ NEP വന്നതിന് ശേഷം സർവ്വശിക്ഷ അഭിയാന കീഴിൽ കിട്ടിയിരുന്ന ഫണ്ട് അതിലേക്ക് മാറുകയാണ്. ആ ഫണ്ട് കിട്ടുന്നില്ല. ഇവിടെ അധ്യാപകരുടെ പരിശീലനം, കുട്ടികളുടെ ആവശ്യമായ കാര്യം, അധ്യാപകരുടെ ശമ്പളം, സ്കൂളുകളുടെ നവീകരണം, ഇങ്ങനെ ഒരു കാര്യത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുകയാണ്. നേരത്തെ ശ്രീ VK സനോജ് ചോദിക്കുകയാണ്, കുട്ടികളോട് പിച്ചപ്പാത്രം എടുത്ത് തെണ്ടാൻ പറയാൻ പറ്റുമോ എന്ന് ഒരു സർക്കാർ ചോദിക്കാൻ മാത്രം. നേരത്തെ ധനമന്ത്രി പറഞ്ഞിട്ടുണ്ടല്ലോ, കൈ അനക്കാൻ പോയിട്ട് വിരൽ അനക്കാൻ കഴിയാത്ത സാമ്പത്തിക പ്രശ്നം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേന്ദ്രമെന്ന്. എന്ത് ചെയ്യും? ഇതൊരു പരമാധികാര റിപ്പബ്ലിക് അല്ലല്ലോ, സ്റ്റേറ്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. ആ പ്രതിസന്ധിയിൽ ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നത് കോൺഗ്രസിന്റെയും കൂടി ദൗത്യമാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഇന്ത്യ മുന്നണിക്കാരല്ലേ? അതാരാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് കുടുംബ സ്വത്തല്ല, അത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ടതാണ്, പ്രത്യേകിച്ച് ബജറ്റ് അലോക്കേഷനായി തന്നെ ലഭിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങളെ കിട്ടുമ്പോൾ എന്ത് ചെയ്യണം? അവരുടെ അജണ്ടയെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം. കൂട്ടായ ചർച്ച ആവശ്യമാണ്. പ്രതിപക്ഷത്തിന് വിശ്വാസത്തിലെടുക്കണം. ഇവിടെ മുന്നണി ഘടകകക്ഷി കരയല്ലേ? ഒരു ഇതിൻ്റെ ഒന്നും വേണ്ട, ദേശീയ ജനറൽ സെക്രട്ടറിയുടെ അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്കൂ മാധു. CPIയുടെ പരിദേവനം കേട്ടിട്ട് ദേശീയ ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞു ചർച്ച ചെയ്യും. എന്നിട്ട് പിന്നെ ആ ചർച്ചയ്ക്ക് ശേഷം CPIയുടെ ദേശീയ നേതാവ് വന്നിട്ട് പറയുവാണ് ഹി ഈസ് ഹെൽപ്ലെസ്, ഹി ഷോസ് ഹിസ് ഇന്നബിലിറ്റി. അദ്ദേഹത്തിൻ്റെ കഴിവില്ലായ്മ അദ്ദേഹം വ്യക്തമാക്കി, അദ്ദേഹത്തിൻ്റെ നിസ്സഹായത അദ്ദേഹം വ്യക്തമാക്കി. എന്താണ് ഒരു പാർട്ടി എന്ന നിലയിൽ CPM പരാജയപ്പെടുന്നത് അവിടെയല്ലേ? ദേശീയ ജനറൽ സെക്രട്ടറി സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയേക്കാൾ താഴ്ന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ സാഹചര്യം ഇതല്ലേ?
അതുകൊണ്ടല്ലേ CPI എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ തെരുവിലിറങ്ങി 30 വെള്ളി കാശിന് വേണ്ടി ഒറ്റുകൊടുത്ത യൂദാസ എന്ന് പറയേണ്ടി വരുന്നത്. ശരി, ഓക്കേ. ഞാൻ അതിന്റെ ഞാൻ പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയാണ് സൂചിപ്പിച്ചത്. അപ്പൊ നമ്മളവിടെ കൃത്യമാവുന്നൊരു കാര്യം, പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി BJP ഏജന്റായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്നു. അതാണ് പ്രശ്നം. നിങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വം, നിങ്ങളുടെ നേതാക്കൾ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പഠിപ്പിക്കും, നിങ്ങൾ പഠിക്കേണ്ടി വരും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞാലും കേരളത്തിൽ അത് നടക്കാത്ത ആഗ്രഹമായിരിക്കും. ഇപ്പോൾ PM ഉഷ പദ്ധതി നിങ്ങൾ പ്രഖ്യാപിച്ച നിലയ്ക്ക് ഇവിടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ചെറുക്കാൻ കഴിയുന്ന, സംസ്ഥാനത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ചെറുത്ത ചരിത്രമുള്ള, അതിൽ വിശ്വാസമുള്ള ഒരു സർക്കാരിന്റെ പ്രതിനിധിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത് നടക്കാത്ത ആഗ്രഹമായിരിക്കും എന്ന്. മാധു, സംസ്ഥാനത്തെ ജനങ്ങൾ മൊത്തം കൊണ്ട് പറയണ്ട, ഇവിടുത്തെ അതാ അവരെ ഞാൻ പറയുന്നത്. ഇത് ഇടതുപക്ഷത്തിന് താല്പര്യമില്ല എന്നങ്ങോട്ട് പറയും, അത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ജൻധൻ്റെ അക്കൗണ്ട് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ആയുഷ്മാൻ ഭാരത് വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്തായിരുന്നു പറഞ്ഞു? ഇതൊക്കെ ഇവർ മുമ്പും പറയും. എന്നിട്ട് ഇപ്പോൾ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യും. അതിനകത്തൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല. ഇവിടെ PM ശ്രീ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അതിൽ ഒപ്പിട്ടിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ സിലബസിലും വരേണ്ടി വരും, മുഴുവൻ സംവിധാനങ്ങളിലും വരേണ്ടി വരും. ഇവിടെ എനിക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്ന്, ഈ ഇരു കൂട്ടർ, ഇപ്പോൾ കോൺഗ്രസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LDF ആയിക്കോട്ടെ, ഇരു കൂട്ടരും പറയുന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സമ്മർദ്ദം എന്ന്. അത് പറയുമ്പോൾ തന്നെ രാജസ്ഥാനിലെ അശോക് ഗെഹ്ലോട്ട് സർക്കാരിന് അങ്ങനെ ഒരു ന്യായമുണ്ടോ? ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇരുന്നിട്ട് പറയും സമ്മർദ്ദം എന്ന് പറയും. പക്ഷെ അവരവിടെ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ്. അതായത് BJP സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി അവിടുത്തെ കോൺഗ്രസ് സർക്കാരിനോടും കൂടെ വലിയൊരു മഹത്തരമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഇവിടെ ഇന്നലെ നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്നുള്ള ശ്രീ V ശിവൻകുട്ടി എന്താ പറഞ്ഞത്? NEP-ക്ക് എന്താ പ്രശ്നം? ലോകാവസാനം വരെ ചേർക്കാൻ കഴിയില്ല. NEP-ക്ക് എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത്? അത് ഈ സനോജ് പറയട്ടെ. അതായത് ഇവരുടെ തന്നെ മന്ത്രി പറയുന്ന NEP-ക്ക് എന്താ പ്രശ്നം എന്ന്. അപ്പൊ NEP-ക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന്. NEP-ക്ക് അല്ല മാധുവിടെ പ്രശ്നം. ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്കാണ്. ഇത് അവസാനം ഇവർക്ക് സമ്മതിക്കേണ്ടത്, ഒന്ന്, വൈകി ഉദിക്കുന്ന ബുദ്ധി; രണ്ട്, ഇവർക്ക് എന്തു വന്നാലും BJP സർക്കാർ എന്ത് കൊണ്ടുവന്നാലും ഇതിനെ എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ഈ കാര്യമൊന്നും നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവിടുത്തെ പ്രശ്നം തരുമോ? ഞങ്ങൾ പറയുന്നത് ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കണം. ഇപ്പൊ ഗോൾഡൻ ഏജ് ഓഫ് ഇന്ത്യ, ഗുപ്ത ഡൈനാസ്റ്റി, നമ്മൾ അതിനെക്കുറിച്ച് ഹിസ്റ്ററിയിൽ എത്ര പഠിക്കുന്നുണ്ട്? ചോള ഡൈനാസ്റ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞു. അഹോം, ഈ അസാമിലുള്ള ഒരു ഡൈനാസ്റ്റി, ഏകദേശം 600 വർഷത്തോളം ഈ രാജ്യം ഭരിച്ചതാണ് അഹോം എന്ന് പറയുന്ന ഡൈനാസ്റ്റി. അവരെക്കുറിച്ച് നമ്മൾ എത്ര പഠിക്കുന്നുണ്ട്? ഇനി അതൊന്നുമല്ല, നമ്മൾ ഓൾജിബ്ര പഠിക്കുമ്പോൾ ഈ പൈതഗോറസ് തിയറം പഠിക്കും. A² + B² = C². അത് പൈതഗോറ ചെയ്യുന്നതിന് മുമ്പേ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൗദ്ധായന സുലഭ സൂത്രങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചിരുന്നു എന്ന്. അപ്പോൾ ഇതൊന്നും പറയാതെ, ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രം പറയാതെ ഇരുന്നാൽ അതിനെയും കൂടെ ഞങ്ങൾ ഉൾപ്പെടുത്തുമെന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഭാഗമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒന്ന്, ഇവിടെ സവർക്കർ കാല് പിടിച്ച കാര്യമൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അല്ല മാപ്പെഴുതി എന്നൊക്കെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. സവർക്കറെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിന്റെ പല ആശയങ്ങളും ഞങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനൊന്നുമല്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനായിട്ടുള്ള S.A. ഡാങ്കെ ഉണ്ട്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്ക് എഴുതിയിട്ടുള്ള ഒരു കത്ത് ഞാൻ വായിക്കാം. I beg to inform your excellency that those years are unnecessary as I have never been positively disloyal towards his majesty. എന്നിട്ട് അതിൻ്റെ അവസാനം ഏറ്റവും പറയുന്നു, യുവർ എക്സലൻസി ഈസ് മോസ്റ്റ് ഒബീഡിയൻറ്റ് സർവൻറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ എഴുത്തിലോ പ്രസംഗത്തിലോ ഒരിക്കലും തിരുമനസ്സിനോട് അവിശ്വാസത കാണിച്ചില്ല. എന്നിട്ട് ഏറ്റവും അവസാനം അങ്ങയുടെ ഏറ്റവും അനുസരണയുള്ള ദാസൻ അടിമ എന്ന്. അപ്പോൾ ഇങ്ങനെ സ്വയം ദാസനാണ്, സ്വയം അടിമയാണെന്നൊന്നും ഞങ്ങളുടെ നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല, സവർക്കറും പറഞ്ഞിട്ടില്ല. പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാരാണ് എന്ന് ഈ സനോജ് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഞങ്ങൾ കേന്ദ്ര സർക്കാർ ഏതൊരു പദ്ധതി കൊണ്ടുവന്നെങ്കിലും അതിനെ അനാവശ്യമായിട്ട് എതിർക്കുക എന്നുള്ളത് മാത്രമാണ്. ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വരട്ടെ എന്ന്. ഇവിടെ പഴയ നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാ വന്നത്? 1986. നമ്മുടെ രാജ്യത്ത് TV പോയിട്ട് ഓരോ വീടുകളിലും റേഡിയോ പോലും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ, മൊബൈൽ ഫോണുകൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ രാജ്യവും ലോകവും നമ്മളിപ്പോൾ കാണുന്ന രാജ്യത്തേക്കാൾ ലോകത്തേക്കാൾ എത്രയോ പിന്നിലുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള സിലബസും ഈ കാലഘട്ടത്തിനനുസൃതമായിട്ടുള്ള പാഠ്യപദ്ധതികളും ഒക്കെ വരട്ടെ എന്നേ. ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വെറും 6 ലക്ഷം മാത്രം പോപ്പുലേഷനുള്ള ഒരു രാജ്യത്തിന് 2026 നടക്കാൻ പോകുന്ന ഫുട്ബോൾ വേൾഡ് കപ്പിലോട്ട് അവർക്ക് യോഗ്യത ലഭിച്ചു എന്ന് പറഞ്ഞ് നമ്മൾ വാർത്ത കണ്ടു. ഇവിടെ കേരളത്തിൽ വലിയ ചർച്ചയായിരുന്നു. എന്തേ 140 കോടി ജനങ്ങളുള്ള നമുക്കതിന് സാധിക്കാതെ? ഇവിടെ നമ്മൾ എനിക്ക് ഒറ്റ കാര്യം കൂടി ചോദിക്കാനുണ്ട്. അങ്ങ് പറയുന്നു PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ സിലബസ് അതിനനുസരിച്ച് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത്. PM ശ്രീയിൽ ഒപ്പുവെച്ചാൽ അതിനനുസരിച്ചുള്ള സിലബസ് മാറ്റം എന്ന് എവിടെയാണ് അതിന്റെ മാനദണ്ഡങ്ങളിൽ പറയുന്നത്? പറഞ്ഞുതരാം. സിലബസ് പ്രിപ്പയർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്
as per NCERT as far as possible എന്ന് തന്നെയാണ് അതിൽ പറയുന്നത്. സ്റ്റേറ്റിന്റെ ഫ്ലേവേഴ്സ് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം എന്നുകൂടി എന്റെ ബാക്കി വേണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അല്ല, നിങ്ങൾ പറഞ്ഞത് പക്ഷേ എന്താണ്, അതിനനുസരിച്ചുള്ള സിലബസ് കൊണ്ടുവരേണ്ടി വരും. ഞങ്ങൾ ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കും, ഞങ്ങൾ VD സവർക്കറിനെ കുറിച്ച് പഠിപ്പിക്കും, അത് നിങ്ങൾ പഠിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇതിനകത്ത് എവിടെയും സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വിയോജിക്കാനുള്ള സാധ്യതകൾ അതിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പഠിപ്പിക്കേണ്ടി വരില്ല അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതില്ല എന്ന് സ്റ്റേറ്റ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾക്ക് പറ്റില്ല, പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയില്ല. ഞാൻ ചോദിച്ചത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. അല്ല, അതെങ്ങനെയാണ് ആരോഗ്യ വകുപ്പിലെ ഒരു പദ്ധതി, വിദ്യാഭ്യാസ വകുപ്പിലെ ഒരു പദ്ധതി, അങ്ങനെയാണ് പിന്നെ ഒരൊറ്റ പദ്ധതി പ്രഖ്യാപിച്ചാൽ പോരെ? ഇതെല്ലാം കൂടി ഓരോന്നായിട്ട് പറയണം. ഞാൻ ഒരു പദ്ധതിയുടെ കാര്യം, അതിലെ ഏത് നോംസ് അനുസരിച്ചാണ് നിങ്ങൾക്ക് ആധികാരികമായി പഠിപ്പിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും അതല്ല. ഞാൻ പറഞ്ഞു വന്നതും ശ്യാം പറഞ്ഞു വന്നതും PMC ആധികാരികമായി പറയുകയാണ്. ആധികാരികമായി ശ്യാംരാജ് പറയുകയാണ് PMCയിൽ ഒപ്പുവെച്ചാൽ ആ സിലബസ് പഠിക്കേണ്ടി വരുമെന്ന്. അതിന്റെ നോംസ് ഏതാണ് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രിയുടെ കാര്യമല്ല. ആദ്യം പറഞ്ഞത് എനിക്ക് ഉത്തരം വേണ്ടതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആദ്യം പറഞ്ഞത് അതിന്റെ നോംസ് വായിക്കുകയാണ് ചെയ്തത്. ആ നോംസ് പ്രകാരം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാനം പഠിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ഒരു ഹെഡ്ഗേവാറിനെ പഠിപ്പിക്കില്ല, നിങ്ങൾ ഒരു VD സവർക്കറിനെ പഠിപ്പിക്കില്ല. അങ്ങനെയല്ല അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിങ്ങൾ ഏത് നാട്ടുകാര് നാട്ടുകാരുടെ മൊത്തം നിങ്ങൾ എടുക്കണ്ട. നാട്ടുകാരുടെ നിങ്ങൾ പഠിപ്പിക്കില്ല. നിങ്ങൾക്ക് സാധ്യമാകുമെങ്കിൽ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി ഉണ്ടല്ലോ, അതുപോലെ മന്ദിരം പണിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമായതുപോലെ ഇതിന് സാധ്യമാവുകയാണെങ്കിൽ നിങ്ങൾ ഒരു പക്ഷെ പഠിപ്പിച്ചേക്കും. അല്ലാതെ സംസ്ഥാന സർക്കാർ വേണ്ട എന്ന് വിചാരിച്ചാൽ ശ്യാംരാജെ നിങ്ങൾ പഠിപ്പിക്കില്ല. അതിനുള്ള നോംസ് PMCയിലില്ല. അതിനുള്ള നോംസ് കാണാമെന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് അധികാരത്തിന്റെ ഹുങ്കും നിങ്ങൾക്ക് തിണ്ണമെടുക്കുന്നുണ്ടെങ്കിൽ അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഞങ്ങൾക്കല്ല. അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണ്. അതിനെ പിന്തുണയ്ക്കുന്ന നിങ്ങളെ പോലുള്ള മാധ്യമങ്ങൾക്കാണ്. ജനങ്ങളോട് അതിനുള്ള ബാധ്യതയില്ലെങ്കിൽ അധികാരത്തിന്റെ ഹുങ്ക് എങ്ങനെ പറയാ? അധികാരത്തിന്റെ ഹുങ്ക് നിങ്ങൾ എങ്ങനെ പറയാ? അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണെന്ന്. അധികാരത്തിന്റെ ഹുങ്കുള്ളത് ഇടതുപക്ഷത്തിനാണ്. ഇവർ അതാണ് ഞാൻ പറഞ്ഞത്. വെറുതെ രാഷ്ട്രീയം പറഞ്ഞിട്ട് കാര്യമില്ല. അറിയാതെ ഉള്ളിൽ കിടക്കുന്ന ഇടതുപക്ഷ ഐഡിയോളജി എന്റെ ഉള്ളിൽ കിടക്കുന്ന ആരാണെന്ന് വന്നിട്ട് കാര്യമൊന്നുമില്ല. യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിക്കോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വായിച്ച് കേൾപ്പിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. ഒരു തവണ വായിച്ച് കേൾപ്പിച്ചല്ലോ. അല്ല, ഏത് ഒരു തവണ ഞാൻ പറഞ്ഞല്ലോ. ഇത് മാധു ഇവിടെ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി പോലെ പേര് മാറ്റി വന്നെങ്കിൽ ഇതിനകത്താകാൻ ചെറുപ്പേച്ചുള്ളൂ. അത് വിട്. പ്രകാശ് ബാബു ചോദിച്ച കാര്യം, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് അതിൽ ഈ കാര്യങ്ങൾ സംസ്ഥാനത്തെ ബോധിപ്പിക്കാനോ ചർച്ച നടക്കുമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പുവരുത്താനോ ഉള്ള കഴിവില്ലായ്മയുണ്ട് എന്ന് പറയേണ്ടി വരുന്നത്? നിങ്ങളുടെ സഖ്യകക്ഷിയാണല്ലോ, സ്വാഭാവികമായും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലൊന്ന് പ്രതിഷേധിക്കേണ്ടതല്ലേ? നിങ്ങളെ ദേശീയ ജനറൽ സെക്രട്ടറിയെ അധിക്ഷേപിച്ച് സംസാരിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അങ്ങനെയുമില്ല. സഖാവ് MA ബേബിയെ, നിങ്ങളുടെ ഏറ്റവും ആരാധ്യനായ നേതാവിനെ ഈ നിലയ്ക്ക് ഡിഗ്രേഡ് ചെയ്ത് കാണാൻ കഴിയുന്ന സാഹചര്യം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനൊരു മറുപടിയൊക്കെ വേണ്ടേ? മാധു, ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ സഖാവ് MA ബേബിയും D രാജയും ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന മറ്റ് പാർട്ടി നേതാക്കന്മാരും BJPക്കെതിരായി ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കന്മാരുമെല്ലാം നല്ല ആശയ വ്യക്തതയോടുകൂടിയും ആശയവിനിമയത്തോടു കൂടിയും തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻനിർത്തിയിട്ട് ഇതാകെ കുഴപ്പമാണെന്ന് വരുത്തി തീർക്കേണ്ടത് എതിരാളികളുടെ ചില തന്ത്രമാണ്. ഏതായാലും ആ തന്ത്രത്തിൽ അത്തരം കാര്യങ്ങളിൽ ഞങ്ങളിപ്പോൾ പിടികൊടുക്കുന്നില്ല.
പിന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ലിജു ഇടയ്ക്കിടയ്ക്ക് പ്രൈവറ്റ് സെക്രട്ടറിയായി തരം താണു എന്നൊക്കെയുള്ള പ്രയോഗം CPIയുടെ ദേശീയ സെക്രട്ടറിക്കെതിരായിട്ട് നടത്തുകയുണ്ടായി. സെക്രട്ടറിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. CPMൻ്റെ. അപ്പോൾ അദ്ദേഹം മിക്കവാറും ഈ സോണിയ കുടുംബത്തിലേക്ക് അവരുടെ AICCയുടെ പ്രസിഡന്റ് വരുമ്പോഴുണ്ടാകുന്ന അനുഭവത്തെക്കുറിച്ചായിരിക്കും പറയുന്നുണ്ടാവുക. കാരണം അവിടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ വില പോലും AICCയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇല്ല എന്ന് നമുക്കറിയാലോ. പ്യൂണിന്റെ വില പോലും ഇല്ല. അതൊക്കെ കോൺഗ്രസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആയിക്കോട്ടെ ഞാൻ പറഞ്ഞത്. CPI കോൺഗ്രസിന്റെ ആളല്ലേ ഇപ്പൊ പറയുന്നത് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടൊക്കെ കാണുന്നത് ആരെയാണ് എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ നിരീക്ഷിക്കുന്ന ആർക്ക് മനസ്സിലാവും. ഇവരൊക്കെ ആര് ഏത് ദാസം പറയാൻ നിൽക്കുന്നത് നമുക്കറിയാം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട. അത്തരം കാര്യങ്ങളൊക്കെ അവിടെ വെച്ചാൽ മതി. ഇവിടെ ഞാൻ BJP നേതാവിനോട് പറയാനുള്ളത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും ഈ കേരളത്തിൽ നടപ്പാവാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞല്ലോ കാലോചിതമായിട്ടുള്ള കാലഘട്ടത്തെ അനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കുമെന്ത്. എന്ത് കാലഘട്ടത്തിന് അനുസൃതമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾ നടപ്പാക്കുന്നത്? നിങ്ങൾ സിലബസിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്താണ്? ചാണകത്തിൽ നിന്ന് മറ്റേ പ്ലൂട്ടോണിയം വേർതിരിക്കും എന്നുള്ളതാണോ? അല്ലെങ്കിൽ ഗോമൂത്രം ഉപയോഗിച്ചിട്ട് കൊറോണയെ നിയന്ത്രിക്കും എന്നുള്ളതാണോ? വിദ്യാഭ്യാസ പദ്ധതിയിൽ നടപ്പാക്കാൻ വേണ്ടി നോക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ, അതൊന്നും ഇവിടെ നടപ്പാക്കില്ല. ഞങ്ങൾ ഇതിന് തെളിവുണ്ടല്ലോ. ഇപ്പൊ കേരളത്തിൽ അഡീഷണൽ ആയിട്ട് NCERT സിലബസിനകത്ത് അവർ വെട്ടിയ കാര്യങ്ങൾ ഞങ്ങൾ കൂട്ടിച്ചേർത്തല്ലോ. ഇപ്പൊ ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദിനെ കുറിച്ച് കേരളത്തിലെ കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ കുട്ടികൾ അത് പഠിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഗാന്ധിവധം RSS കാലാനുസൃതമായി വെട്ടിമാറ്റിയല്ലോ. ഗാന്ധിവധത്തിന്റെ ചരിത്രം അതും കാലാനുസൃതമായിട്ടാണല്ലോ അവർ വെട്ടുന്നത്. അങ്ങനെ കാലാനുസൃതമായി വെട്ടിക്കഴിഞ്ഞാൽ അത് നടപ്പാവില്ല. ഗാന്ധിവധം, അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ, RSSന്റെ പങ്ക് എല്ലാം സംബന്ധിച്ച് ഇവിടെ ഞങ്ങൾ പഠിപ്പിക്കും. അത് തന്നെ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതെല്ലാം കാര്യത്തിൽ RSSുമായിട്ട് പരസ്യമായ ഏറ്റുമുട്ടലുണ്ടായി ഞാൻ ഓരോന്നും വിശദീകരിക്കേണ്ടതാണ്. ഈ ശിവൻകുട്ടി തന്നെ ഗവർണറുടെ ഭവനത്തിൽ വെച്ച്, രാജ്ഭവനിൽ വെച്ചിട്ട് എത്ര ശക്തമായി, എത്ര ധീരമായിട്ടാണ് ചടങ്ങ് ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാട് അവർ ഉയർത്തിപ്പിടിച്ചത്. അതുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങോട്ട് വെക്കുന്ന സമയത്ത് അതിനെയെല്ലാം നിഷേധിക്കാൻ അതത് സമയത്ത് ഒരു മിനിറ്റ് പോലും വൈകാതെ പ്രതികരിക്കാനുള്ള ശേഷി, അതിന് ധൈര്യം പ്രകടിപ്പിച്ചവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ട് RSSന്റെ പല താല്പര്യം ഉണ്ടാവും. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള PM ഉഷ പദ്ധതി അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അത് ഞങ്ങൾ പരിഹരിച്ചുകൊള്ളൂ. അത് നിങ്ങൾ ബേജാറാവേണ്ട. അടുത്ത LDF യോഗത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കും. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താണ് മാധു, നിങ്ങൾ എന്തിനാ അതിനെ കുറിച്ച് ഇത്ര ആശങ്കപ്പെടുന്നത്? CPIക്കുണ്ടായിട്ടുള്ള അവ്യക്തതയോ പ്രതിഷേധമോ അതാണോ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം? ഇവിടെ അതല്ല മാധു. ഇവിടെ കേരളത്തിന് തരാനുള്ള 3000 കോടി ഭീഷണിപ്പെടുത്തിയിട്ട് അതും ഇതും പറഞ്ഞിട്ട് കേന്ദ്രം തടഞ്ഞു വെക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഫെഡറൽ മര്യാദ കാണിക്കേ. ശ്യാംലാൽ മിണ്ടാതിരിക്കേ. എന്റെ അവസരമാണ്. നിങ്ങൾ ഈ വയനാട്ടിൽ എന്താ കൊടുത്തത്? എന്ത് കൊടുത്തു? ഞാൻ ഒരു കാര്യം കൂടി പറയാം മധു. നേരത്തെ ലിജു വലിയ ആവേശത്തിൽ പറഞ്ഞു ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം വിളിച്ചിട്ട് നിങ്ങളൊന്ന് ചർച്ച നടത്തിയിട്ടില്ല. ചർച്ച നടത്തിയ അനുഭവം ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് ഓർമ്മയില്ലേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ഡൽഹിയിൽ പോയി സമരം നടത്തിയത്? ആ സമരത്തിന് മുന്നേ സമാനമായ അനുഭവങ്ങളുടെ പേരിലായിരിക്കും LDFലും ചർച്ച വേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവുക എന്ന് വിചാരിക്കാം. കാരണം ഇതിനു മുൻപ് ചർച്ച നടത്തിയിട്ട് പരിഹാരം കാണാൻ കഴിയാത്തത് കൊണ്ടാണോ എന്നുള്ളത്. ഓരോ വിഷയം വരുമ്പോഴും ചർച്ച എന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിന് അലങ്കാരം, ഭൂഷണം. അത് വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നിടത്താണ് രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാകുന്നത്. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.